എന്റെ പേര് സീന. പത്തനംതിട്ട. സാർ, ഞാൻ വിളിച്ചതല്ല. ഒന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാല്, പിന്നെ രാഹുലിനെ ഇപ്പോൾ ഈ പെണ്ണ് കേസില് കോൺഗ്രസിൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികളുണ്ട്. അതായത് ഞാൻ ഈ കംപ്ലീറ്റ് ന്യൂസും പൊളിറ്റിക്കലും ഒക്കെ ഇച്ചിരി ആഗ്രഹമുള്ള കൂട്ടത്തിലായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കും. ഈ കിങ്ങിണിക്കുട്ടൻ, അതായത് കരുണാകരന്റെ മോനും ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ഇവന്മാരൊക്കെ പരസ്യമായിട്ട് ഉടനടി ഇല്ലാതെ പിടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവന്മാര് രാഹുലിനെ തള്ളി പറയുന്നത് കേൾക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം ഈ ഉണ്ണിത്താനെ ഉടുതുണി ഇല്ലാതെയല്ലേ നാട്ടുകാർ പിടിച്ചു കൊടുത്തത്. എന്നിട്ട് അവന്റെ ഒരു ശീലാവധി ചമയക്കം, പിന്നെ കരുണാകരന്റെ മോൻ, ഈ കരുണാകരന്റെ മോനെ ഇവന്മാരൊക്കെ എവിടെ കോൺഗ്രസിന് വേണ്ടി എന്ത് ചെയ്ത ആൾക്കാരാണ്? ഈ പിന്നെ മുരളീധരൻ എത്ര വിക്കറ്റിന് പോയിരിക്കുന്നു, എത്ര ഇതിന് പോയിരിക്കുന്നു? ഒന്നിനും പോയിട്ടില്ല. ഇവന്മാരൊക്കെ അതായത് മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് വന്ന കിങ്ങിണിക്കുട്ടനും, പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ നല്ല പ്രാസംഗികനൊക്കെ ആയിരുന്നു, അത് കേട്ടിട്ടുണ്ട്. ബട്ട് ഈ പ്രശ്നത്തിൽ അവന്റെ ഒരു അഭിപ്രായം കേട്ടപ്പം വല്ലാത്ത സങ്കടവും കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ വി ഡി സതീശന്, അവനെതിരെയും ഒരുത്തി വന്നായിരുന്നല്ലോ അന്ന്, സാറ് കാണിക്കുകയും ചെയ്തായിരുന്നു. ഒരുത്തി ഇവൻ എന്തോ ചെയ്തെന്നൊക്കെ സാറ് കാണിക്കുകയും ചെയ്തായിരുന്നു. ഇവൻ ഇപ്പം 10 വർഷം കൊണ്ട് ഇവൻ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കും നേതാവായതുകൊണ്ട് ഇവൻ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നൊന്നും ഇല്ല. അവന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്നാലും മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രിവിലേജോടും കൂടി ഇരിക്കാൻ പറ്റും. അപ്പൊ ഈ കോൺഗ്രസിനെ ഇന്നത്തെ അവസ്ഥയിലാക്കിയത് ഇവന്മാരൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് ഒരു 31 വയസ്സുള്ള ഒരു മകനുണ്ട്. ഞാൻ അതേപോലെയാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ സാറ് പറയുന്ന പോലെ മാങ്കൂട്ടത്തിനെ കണ്ടിട്ട് പോലെ ഇതുവരെ. പക്ഷേങ്കിൽ അവനൊരു ചെറുപ്പക്കാരനല്ലേ. അവനോട് ഇതേപോലെ പെണ്ണുങ്ങൾ പോയിട്ട് പിന്നെ ശൃംഗരിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ പോയി ഏത് ആമ്പിള്ളേരാണ് അവന് മറുപടി കൊടുക്കാത്തത്? അവന്റെ പ്രായത്തിൽ അത് തെറ്റെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തെറ്റെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ചെറുക്കനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ പണ്ടാര കിളവന്മാരിരുന്നുകൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കുകയാണ്. അതാണോ? അപ്പൊ എനിക്ക് നമ്മളെ വിളിക്കുന്ന സാറിനെ വിളിക്കുന്ന പലരും പറയുന്നത് കേട്ടു കോൺഗ്രസിനോട് വെറുപ്പാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് എന്റെ അഭിപ്രായം അനുസരിച്ച് കോൺഗ്രസിനെ അല്ല സാറെ വെറുക്കേണ്ടത്, കോൺഗ്രസിനെ. കാരണം നമ്മുടെ ഇന്ത്യയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇനി കോൺഗ്രസിലെ കാണുന്നുള്ളൂ. നമ്മളെ പോലെ നേരെ ചിന്തിക്കുന്നവർ, മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയില്ല. പക്ഷെ കോൺഗ്രസ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കുറെ കടൽക്കിഴവന്മാരെ തോപ്പിക്കുക വേണ്ടിയത്. അപ്പൊ അത് സാറ് ഇതിനെ കുറിച്ചുള്ള ഇതൊക്കെ സെഗ്മെന്റ് ചെയ്യുമ്പോൾ ഒന്ന് പറയേണ്ടത് കോൺഗ്രസിനെ അല്ല നമ്മൾ തോപ്പിക്കേണ്ടത്. അതായത് കെ.കച്ചൻ, ഈ ഉണ്ണിത്താൻ, ഈ കിങ്ങിണിക്കുട്ടൻ, ഇവന്മാരെ പോലെ, അതുപോലെ രമേശ് ചെന്നിത്തല, ഇതുപോലെ കോൺഗ്രസിനെ നശിപ്പിക്കുന്ന കുറെ ആൾക്കാർ എവിടെയെങ്കിലും നിൽക്കില്ല, അവരെ തൂത്തുവാരി കളഞ്ഞിട്ട് ഈ യുവതലമുറയെ കൊണ്ടുവന്നാലേ നമ്മുടെ കോൺഗ്രസിന് രക്ഷപ്പെടത്തുള്ളൂ, ഇന്ത്യ രക്ഷപ്പെടത്തുള്ളൂ. അല്ലാതെ നമുക്ക് പ്രതീക്ഷയൊന്നും ഇല്ല. ഈ ആകെപ്പാടെ നമുക്കൊക്കെ പ്രതീക്ഷയുള്ളത് കോൺഗ്രസിലാണ്. പക്ഷെ ഇവന്മാര് കോൺഗ്രസിനെ നശിപ്പിക്കും. ഈ കേക്കച്ചെന്ന് പറഞ്ഞവൻ എനിക്ക് ഡേറ്റോ സംഭവങ്ങളോ ഒന്നും പറയാൻ പറ്റുന്നില്ല. കുറെ മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഇയാള് പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഒരിടത്തുനിന്ന്, എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജയിലിൽ നിന്നോ അങ്ങാണ്ടോ എന്തോ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ കാല് വയ്യാത്ത നിലത്ത് കിടന്ന് എഴയുന്ന ഒരു സ്ത്രീ ഇയാൾക്കൊരു അപേക്ഷ എങ്ങാണ്ടോ കൊടുക്കാൻ ഒരു പേപ്പർ പൊക്കിയപ്പോ ഇവൻ ചോദിക്കുക ഇവരെ ആരാ ഇങ്ങോട്ട് കടത്തി വിട്ടേന്ന്. എനിക്ക് ആ രംഗം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. കാരണം അവരുടെ ഭർത്താവ് അതിനകത്തെങ്ങാണ്ട് ഉണ്ട്. അപ്പൊ അയാളെ ഒന്ന് കാണാനോ ഇറക്കാനോ വേണ്ടിയിട്ട് ഈ സ്ത്രീ ഒരു പേപ്പർ നീട്ടിയത്. അപ്പൊ ഇവന്റെ അപ്പുറം ഇപ്പുറം ഓരോരുത്തരുണ്ട്. അപ്പൊ ഇവൻ ചോദിക്കുകയാണ് ഇവരെ ആരാ ഇങ്ങോട്ട് കടത്തി വിട്ടേന്ന്. അന്ന് എനിക്ക് ഇവനെ വെറുത്തതാണ്. ഇവനൊക്കെ കൂടുതൽ അറിയാൻ തുടങ്ങിയത് ഇപ്പോഴാണെങ്കിൽ അന്ന് ഞാൻ ഇവൻ ഇങ്ങനെയുള്ളവനാണെങ്കിൽ ഇവൻ നാളെ അധികാരത്തിൽ വരുവാണെങ്കിൽ ഇവനോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യം സഹായിച്ചു കൊടുക്കുവോ? ഒന്ന്. രണ്ടാമത് പിന്നെ ഇന്നേ വരെ സാറേ എനിക്ക് 55 വയസ്സുണ്ട്. ഇന്നേ വരെ ഒരു MLA-യും വാർഡ് ഇലക്ഷനില് വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്ന ഒരു സംഘം ഞാൻ കണ്ടിട്ടില്ല. പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇവൻ പോസ്റ്റർ ഒട്ടിക്കാൻ പോയി. അതുപോലെ തന്നെ ഒരു വരണാധികാരി ഇത് പത്രിക സ്വീകരിക്കാതെ ഇരുന്നപ്പോൾ അന്നേരം ഫൈറ്റ് ചെയ്തു. അതായത് നിയമങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ട് മേടിപ്പിച്ചു. ഏതെങ്കിലും ഒരു MLA ഈ കേക്കച്ചന്റെ മണ്ഡലത്തിൽ തന്നെ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നവരുടെ പത്രിക പോലും തള്ളിപ്പോയി. അതായത് മണ്ടത്തരം, ഒരു ഫോം പോലും പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യാത്തതിനെ തുടർന്ന് അതുപോലെ മണ്ടത്തരം കാണിച്ച് അവസരം ഉണ്ടാക്കി. ആ സാഹചര്യത്തിലാണ് രാഹുൽ ഇവരെ ഇതുപോലെ ശോഭകേട് ചെയ്ത് നാണം കെടുത്തിട്ട് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ പോലും ഇവൻ അതുപോലെ ആത്മാർത്ഥമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു.
അതുപോലെ ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിനെ നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കേരളം ഒട്ടുക്കും വിജയിപ്പിക്കണം ആത്മാർത്ഥതയോട് കൂടിയാണ് ആ പയ്യൻ നിന്ന് ജോലി ചെയ്യുന്നത്. പക്ഷെ അതിന് അതായത് ഇവന്മാരെ വിചാരം ഇവന്മാരെന്തോ ഒരു സംഭവമാണ്. ഇന്ന് പത്രത്തിൽ ഞാൻ വായിച്ചു കേക്കച്ചൻ പറഞ്ഞതായിട്ട് കേരളം മൊത്തം ഇളകി വന്നാൽ എന്റെ അഭിപ്രായം കേരളം അല്ല ഇവന്റെ തന്തയുടെ മുതലാണോ? കേരളം മൊത്തം ഇവന് കൊടുത്തിട്ടുണ്ടോ? അറബിക്കടൽ ഇരമ്പി വന്നാലും അറബിക്കടൽ ഇരുമ്പ. പക്ഷെ ഇവന്റെ വിചാരം ഇവൻ ആരെന്നാണ് ഇവന്റെ. അതേപോലെ വേറൊരു യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരുന്നപ്പോ ഇവൻ വന്ന് പറയുന്ന ഒരു അങ്ങനെ TV ന്യൂസ് കാണിച്ചപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴോ എന്നൊക്കെ. സാറിന് ഇതിനെ കുറിച്ച് ഒരുപക്ഷെ അറിയായിരിക്കും, കാരണം ഇതുപോലെ തന്നെ ന്യൂസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴോ എന്ന് പറഞ്ഞ് ഇവൻ ആരാണെന്നാണ് ഇവന്റെ വിചാരം. ഇവൻ ആരെ ഇവനെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചത് ആരാണ്? ഇവൻ ഒരു കൊടി പിടിച്ചതുവരെ കണ്ടിട്ടില്ല. ഒരു ചാനലിൽ വന്നിന്ന് കോൺഗ്രസിന് അനുകൂലമായിട്ട് കോൺഗ്രസിനെ മറ്റുള്ളവർ വന്ന് തെറി പറയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് ഇവന്മാരാരും പറഞ്ഞു കേട്ടിട്ടില്ല. ഒന്നുമില്ല സാർ. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒന്ന് ഷാഫി പറമ്പിൽ, ഒന്ന് ജിൻഡോ. ഞാൻ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ ഒരാളാണ് ജിൻഡോ ജോണ്. പിന്നെ അബിൻ വർക്കിയും കൂടെ ചേർന്നിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അബിൻ വർക്കിയും കൂടെ ചേർന്നിട്ടാണെന്ന് പറയുന്നു. ഇനി ഇൻ കേസ് അത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അബിൻ വർക്കി, ജ്യോതികുമാർ ചാമക്കാല, രാജു പി നായർ ഇവരൊക്കെയാണ് ചാനലിൽ വന്നിരുന്ന് കോൺഗ്രസിന് വേണ്ടിയിട്ട് അവരാണ് വാദിക്കുന്നത്. ഈ പറഞ്ഞ യുവമാരാരെങ്കിലും ചാനലിൽ വന്നിരുന്ന് എന്തെങ്കിലും ഒന്ന് വാദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പൊ ഈ പിള്ളേരില്ലെങ്കിൽ ഇപ്പൊ കോൺഗ്രസ് ഇല്ല എന്നുള്ള അവസ്ഥയാണ്. അതുപോലെ കോൺഗ്രസിന്റെ മൊത്തം, അതായത് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ മുതൽ കോൺഗ്രസിന്റെ ചോറ് തിന്നും കുടിച്ചു ഉടുത്തും വളർന്ന ആന്റണിയുടെ മോനെ പോലുള്ളവന്മാരൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് അവന്മാർ അടുത്തടം തേടി പോവുകയും ചെയ്തു. പക്ഷെ ഈ പിള്ളേരൊക്കെ ഈ ഇടിയും കേസും വഴക്കുമായിട്ട് ഈ കോൺഗ്രസിൽ തന്നെ കിടക്കുന്നു. ഇവന്മാരെയൊക്കെ ഈ കളവന്മാരെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഈ പിള്ളേരെയൊക്കെ ജയിപ്പിച്ചു വിട്ടാലേ നമ്മുടെ കോൺഗ്രസിന് ജയിക്കത്തുള്ളൂ, അതായത് അധികാരത്തിൽ വരാൻ പറ്റും. അടൂർ പ്രകാശ് എനിക്ക് തോന്നുന്നു നമ്മുടെ രാഹുലിനെ ഒരു സൈഡ് കയറാൻ സംസാരിക്കുന്നത്. തുടക്കം മുതൽ അദ്ദേഹം വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള നിലപാടാണ് എടുത്തേക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പിള്ളേർ. ഇപ്പൊ തന്നെ സാറിന് ആലോചിക്കുക, ഈ പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവർ തള്ളി BJP-ക്കാരെ വാഗ്ദായിട്ടുകൊണ്ട് ഭരണാധികാരം സ്വീകരിച്ചില്ലെങ്കിൽ അന്ന് രാഹുൽ നിയമം പറഞ്ഞ് അതുകൊണ്ട് അത് സ്വീകരിച്ചു. അപ്പൊ ഇവന്മാരിപ്പോ പറയുന്നത് ഞങ്ങളുടെ അനുമതി ഇല്ലാതെ ആള് കാണിക്കാൻ പോയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്ന് രാഹുൽ ഇല്ലെന്നുണ്ടെങ്കിൽ ആ കാര്യമായിട്ട് തള്ളപ്പെട്ടു പോയേനെ. ഇതൊക്കെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഈ അവസ്ഥ. ഈ കോൺഗ്രസിനെ സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലും നിർത്തുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കി എന്റെ അഭിപ്രായം അനുസരിച്ച് സാറേ ഈ പിള്ളേരെയൊക്കെ, അതായത് ഈ യുവജനതയൊക്കെ അവരെയൊക്കെ ജയിപ്പിച്ചിട്ട് ഈ കിളവന്മാരെയൊക്കെ തോപ്പിക്കണം. ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിലാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാമ്പയിൻ നടത്തണം സാർ. സാറിന് സപ്പോർട്ടായിട്ട് ഞങ്ങളെ പോലുള്ളവരുണ്ട്. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞങ്ങൾ IT ന്യൂസ് കാണുന്നത്, ഇങ്ങനെ അഭിപ്രായം പറയുന്നത്. കാരണം പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിരുന്നു വിളിക്കാൻ, പക്ഷെ കിട്ടിയില്ല. ഇപ്പൊ ഏതായാലും വിളിച്ചതാണ്. ഇതുകൊണ്ടൊന്നും നിർത്തണ്ട. കാരണം എന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൽ കുറെ അഴുക്കുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയെ നശിപ്പിച്ച് ശവപ്പെട്ടിയിലാക്കി അടിച്ച് കവറിൽ കൊണ്ട് വെച്ചിട്ട് യുവമാരൊക്കെ പോകത്തുള്ളൂ. കാരണം ഇവർക്ക് പോകാൻ ഇടങ്ങളുണ്ട്. ഇവർക്ക് പാർട്ടി പ്രശ്നം. സാറ് ചിന്തിക്കുന്നുള്ള BJP-യിലെ ഒരാൾ അല്ലെങ്കിൽ RSS-ലെ ഒരാൾ എന്ത് തെറ്റ് കാണിച്ചാലും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കും. മാർക്സിസ്റ്റ് പാർട്ടിയിലും അതുപോലെ തന്നെയാണ്. എന്ത് തെറ്റ് കാണിച്ചാലും ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിരിക്കുന്നതിന്റെ ഇരട്ടി കാര്യങ്ങളാണ് അവരെ കുറിച്ച് പുറത്തോട്ട് വരുന്നത്. പക്ഷെ അവരെ അവിടുത്തെ പെണ്ണുങ്ങൾ പോലും, അതായത് വനിതാ അംഗങ്ങൾ പോലും തള്ളിപ്പറയുന്നില്ലെന്നുള്ളതാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം വന്ന ഉടനെ തന്നെ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, എന്തിന് ഇതെല്ലാം ഇവന്റെ എന്താ പറഞ്ഞ ചെരുപ്പിന്റെ വാറ് അഴിക്കാൻ നിൽക്കുന്നവര് എന്തെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവനെ താങ്ങി നിന്നാൽ വല്ല സീറ്റും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഇവന്റെ കുറെ സിൽബന്ധികള്. അത് ശരിയാ സാർ പറഞ്ഞാൽ ശരിയാ. അതുപോലെ തന്നെ വിധവ എന്നുള്ള ലേബലിൽ കയറിയതാ ഉമാ തോമസ് എന്താ കോൺഗ്രസിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? എത്ര കൊടി പിടിച്ചിട്ടുണ്ട്? എത്ര അടി എന്താ? ഇവരൊക്കെയാണ് രാഹുലിന്റെ പേര് കേട്ടപ്പോഴത്തേനോ തള്ളി. വേറെ ഒരു പാർട്ടിയിലും ഇങ്ങനെയില്ല. എന്തൊക്കെ ചെയ്താലും മറ്റു രണ്ട് പാർട്ടിക്കാരും അവരുടെ ആൾക്കാരെ പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യുക, അവർ തെറ്റുകാരാണെന്ന് അറിഞ്ഞിട്ടു. പക്ഷെ ഈ ചെറുക്കന്റെ കാര്യം വന്നപ്പോ തന്നെ അങ്ങനെ ചെയ്യണം. രാഹുലിനെ തൂക്കിക്കൊല്ലാനാണ് ഇവരൊക്കെ നിൽക്കുന്നത്. രാഹുൽ ആ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എന്ത് തെറ്റ് ചെയ്തു എന്ന് എന്നെ പോലെ ചിന്തിക്കുന്ന അമ്മമാർക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ രാഹുലിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നോട് സത്യം പറഞ്ഞാൽ ഞാൻ രാഹുലിന്റെ അമ്മയാണെങ്കിൽ ഞാനിപ്പം മാധ്യമ പ്രവർത്തകരെ കണ്ടേനെ. എന്റെ മോനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കുന്ന തെറ്റാണ്. ഒരു പെണ്ണ് അവന്റെ പ്രായത്തിൽ അവനോട് ശൃംഗരിക്കാൻ അവന്റെ സൗന്ദര്യവും അവന്റെ ആരോഗ്യം കണ്ടുകൊണ്ട് ഒരു പെണ്ണ് പോയി കഴിഞ്ഞാൽ അവനെന്നല്ല ലോകത്തിലെ ഏതാണുങ്ങളാണ് ശൃംഗരിക്കാതിരിക്കുന്നത്? എന്നാ പിന്നെ അവനാണല്ലെന്നല്ലേ പറയൂ. എനിക്കുകൊണ്ട് അതേ പ്രായത്തിലെ ഒരു മോന്. പക്ഷെ ആ ചെറുക്കനെ ഉന്മൂലനം ചെയ്യാനാണ് കോൺഗ്രസ്സുകാരാണ് ഇതിന്റെ ഏറ്റവും വലിയ പറയുക സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴാണത്.
അത് കേക്കച്ചൻ വി ഡി സതീശൻ തന്നെയാണ്. അവന്റെ ഞാൻ എന്നുള്ള അഹങ്കാരം, അതായത് ഞാനാണ് വലുത് എന്നുള്ള അഹങ്കാരമാണ്. ഇവൻ മുഖ്യമന്ത്രി എങ്ങനെ ഇരിക്കും സാറേ? കേരളത്തിന്റെ അവസ്ഥ ആർക്കെങ്കിലും എന്തെങ്കിലും ഇവനെ കൊണ്ട് നേട്ടം ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. രാഹുൽ ഗാന്ധി പാവം കോൺഗ്രസിനെ പച്ചപിടിപ്പിക്കാൻ ഇന്ത്യയുടെ ഒരറ്റം തൊട്ട് ഒരറ്റം വരെ നടന്ന്, അതായത് ജീവിതം തന്നെ കളഞ്ഞ് നടക്കുന്ന ഒരു വേളയിലാണ് ഇവിടെ അവന്മാർ കോൺഗ്രസിനെ ശവപ്പെട്ടിയിലാക്കാൻ നോക്കുന്നത്. ഇവന്മാരെന്ത് നമുക്ക് കോൺഗ്രസിന്റെ അവസ്ഥ ഓർക്കുമ്പോഴും, ഇപ്പം പോട്ടെ കോൺഗ്രസിന് ഒന്ന് നമുക്കിപ്പോ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് കയറി വരാൻ തക്കനെ പ്രാപ്തിയുള്ള പിള്ളേരുണ്ട് ഇവിടെ പ്രവർത്തിക്കാൻ. ആ പിള്ളേരെയാണ് അക്കൗണ്ടുമാർ ഒതുക്കുന്നത്. സങ്കടമുണ്ട്. ഈ രാഹുൽ വിഷയത്തെ കുറിച്ച് തന്നെയാണ്. ഈ രാഹുൽ വിഷയം തീരുന്നില്ലല്ലോ. ഉമ്മൻചാണ്ടിനെ ഇരുത്തിയതുപോലെ, ഉമ്മൻചാണ്ടിയെ പെണ്ണ് കേസിൽ ഇരുത്തിയതുപോലെ സ്വകാര്യം ചെവിച്ചെന്ന് പറഞ്ഞു. അത് പ്രത്യേക പ്രേമബന്ധമുള്ളത് കൊണ്ടാണെന്നും പറഞ്ഞാണ് ആ മനുഷ്യനെ ക്രൂശിലേറ്റിയതുപോലെ രാഷ്ട്രീയ ഭാവിയുള്ള കേരളത്തിൻ്റെ നല്ലൊരു തലയെ വെട്ടിക്കീറുക എന്നുള്ളതാണ് ഇതിൻ്റെ സത്യമായ ഒരു കാര്യം. 2, ഈ പെണ്ണ് നഗ്നമായി വെളിയിട്ട് വരട്ടെ. ഇവള് സ്ത്രീ വിവാഹങ്ങൾക്കും കുടുംബ ജീവിതക്കാർക്കും ഏറ്റവും അപമാനം പിടിച്ച ഒരു സ്ത്രീയാണ്. ഇവൾക്ക് ഇവളുടെ ഭർത്താവിൻ്റെതായ കൊടിയ പീഡനം ഉണ്ടെങ്കിൽ പഴയകാല ചരിത്രമല്ല, ഞങ്ങളുടെയൊക്കെ കാലത്തിൻ്റെ അല്ല. ഇവൾക്ക് 1, 2, 3 ഇവൾക്ക് ഡൈവേഴ്സ് എടുക്കാം. അവന് സ്വത്തുണ്ടെങ്കിലും മേടിച്ചെടുക്കാം. ഓക്കെ, അതാണ് അവൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു രാഷ്ട്രീയ ഭാവിയുള്ള ഒരു ചെറുക്കനെ വിളിച്ചു വരുത്തി അവൾ ഗർഭം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് വെറും കെട്ടിച്ചമയാണ്. വെറും ഈ സ്ത്രീ സരിത കാണിച്ചതുപോലെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് CPM എടുത്ത ഒരു തീരുമാനമാണെങ്കിൽ, CPM അല്ല കോൺഗ്രസിലെ സമുന്നത നേതാക്കന്മാരെടുത്ത ഒരു തീരുമാനമാണെങ്കിൽ, ഒന്നിച്ചെന്നുള്ള തീരുമാനമാണെങ്കിൽ, ഇവനെ എങ്ങനെയെങ്കിലും പറിച്ചെറിയുക എന്നുള്ള ഒരു പൂർണ്ണ അജണ്ടയോട് കൂടിയാണ് ഇവർ പുറത്തിറങ്ങിയിരിക്കുന്നത്. പിന്നത്തെ കാര്യം പറഞ്ഞാൽ, ഈ കോൺഗ്രസിൻ്റെയും ഈ CPMൻ്റെയും അല്ലെങ്കിൽ കേരള യുവാക്കൾ അല്ലെങ്കിൽ ജനങ്ങളിൽ ഈ വ്യഭിചാരം ചെയ്യാത്ത ഒരു 10 പുരുഷന്മാരെ മാറ്റി നിർത്താവോ? അല്ലെങ്കിൽ അത് ആ വഴിയെ ചിന്തിക്കാത്തവരെ ഒന്ന് മാറ്റി നിർത്താവോ? പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം അവൾ കൊണ്ടേ പോകൂ എന്ന് പറയാനുള്ള, അവൾ ഒരു ഭർത്താവുള്ള ഒരു സ്ത്രീ എന്തിനാണ് ഇത്രമാത്രം ദുരൂഹമായ കാര്യങ്ങളിൽ അവൾ ഏർപ്പെട്ടത്? അല്ലെങ്കിൽ അത് ഒളിച്ചു തന്നെ അവൾ വെക്കേണ്ടതാണ്. ഭർത്താവ് അറിയാതെ അവൾ ഒളിച്ചു ചെയ്ത കാര്യം അവൾ ഒളിച്ചു തന്നെ വെക്കേണ്ട. അതിന് രാഹുൽ മാങ്കൂട്ടത്ത് എന്ത് ചെയ്യണം? ഒരു സ്ത്രീക്ക് ആവശ്യമാണെങ്കിൽ അത് നടത്തി കൊടുക്കാന്നുള്ളത് ആ പുരുഷന്റെ പുരുഷത്വമാണ്, അല്ലേ? അത് അവൾ അനുവദിക്കാതെ ആ പുരുഷൻ അതിന് പോവോ? ഇല്ല, ഒന്നും പോവില്ല. ഇവളെ കൈകാര്യം ചെയ്യേണ്ടത് കേരളത്തിലെ സ്ത്രീ സമൂഹങ്ങളാണ്. ഇനി ഒരു നേതാക്കന്മാരെയോ ഒരു പുരുഷനെയോ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ കീറിക്കളയാൻ പാടില്ല എന്നുള്ള വേണ്ടത് കേരളത്തിലെ സ്ത്രീ ജനങ്ങളാണ് മുന്നോട്ടിറങ്ങേണ്ടത്. അമ്മമാരാണ് ഇറങ്ങേണ്ടത്. അല്ലാതെ ഇത് കോടതിയോ നീതി എന്ന് പ്രശ്നം ഇലക്ഷൻ വരുംതോറും അത് കൂടി വന്നുകൊണ്ടിരിക്കുക. ഇലക്ഷൻ വരുംതോറും അവനെ ഡിസ്ട്രോയ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുക. ഇനി പുറകെ ഷാഫിയുടെ പൊക്കും. 3-4 നേതാക്കന്മാരുണ്ടല്ലോ നന്നായിട്ട് കേരളത്തെ കൊണ്ടുപോകുന്നതുണ്ട്. ഫിറോസ് ഉണ്ട്. ഫിറോസിനെ എനിക്കറിയില്ല എങ്കിലും പേര് കേട്ടിട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ മോനെ എനിക്ക് ശരിക്കും അറിയാം. ഇനിയിപ്പോൾ അവനെ എന്നാണോ പറഞ്ഞു കേൾപ്പിക്കണമെന്ന് അറിയില്ല. കുഴൽനാടനെ വ്യക്തിത്വമുള്ള അറിവുള്ള എന്നുവെച്ചാൽ അവനും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആരെയും ഭയപ്പെടാത്തൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുണ്ട്. കുഴൽനാടനുണ്ട്, ഷാഫിയുണ്ട്. ജനഹൃദയങ്ങളൊക്കെ ഇറങ്ങിച്ചെല്ലുന്ന ഈ നേതാക്കന്മാരെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന് മാത്രമായി പ്രവർത്തിക്കുന്ന ഈ നേതാക്കന്മാരെ ഇനി ഏതൊക്കെ കാര്യത്തിലാണ് ഇവർ ഒതുക്കാൻ പോവുക? ഇപ്പൊ ശശി തരൂർ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പുറത്തിരുന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ശശി തരൂർ പ്രാഗൽഭ്യമുള്ള ഒരു നേതാവാണ്. അയാളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടാകും. അതൊക്കെ എന്താണെന്നൊന്നും നമുക്കറിയില്ല, നമ്മൾ കണ്ടില്ല. ചിലപ്പോൾ ശരിയാവില്ല. പക്ഷേ ഞാൻ അതിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല. സ്ത്രീ പുരുഷ ബന്ധം ശരിയല്ലെങ്കിൽ കൊല്ലേണ്ടതും കൊല്ലപ്പെടേണ്ടതും ഒന്നും കാര്യമില്ല. പിരിഞ്ഞു പോകുക എന്നുള്ളതേ ഉള്ളൂ. ആത്മാവിലൊരു ബന്ധമില്ലെങ്കിൽ അത് പോട്ടെ. ആ ഭാഗം ബാക്കി നിർത്തിയാൽ ശശി തരൂർ ഒരു പ്രഗത്ഭനായ നേതാവാണ്. ആ നേതാവിനെ ഈ കോൺഗ്രസിലേക്ക് അവർ വിളിക്കുന്നില്ല. കാരണം തലപ്പത്തൊക്കെ ശശി തരൂർ ഇരുന്നാൽ അടുത്ത മുഖ്യമന്ത്രി കോൺഗ്രസിൽ അവരാകും. പക്ഷേ ഈ അജ്ഞരായ ഈ തന്ത്രങ്ങൾ മാത്രം കെട്ടിച്ചമയാൻ കഴിവുള്ള, അതായത് ഇങ്ങനെ പാര എങ്ങനെ വെക്കാമെന്ന് സർവത്രവും പഠിച്ചു കിടക്കുന്ന ഈ VD സതീശനും ഈ രമേശ് ചെന്നിത്തലയും അത്ര ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇവർക്കൊക്കെ പ്രായമായില്ലേ? ഇവർക്കൊന്ന് മുട്ടുമടക്കി വീട്ടിൽ ഇരുന്നിട്ട് ആ ശശി തരൂറിന് ഈ കേരളം ഒന്ന് കോൺഗ്രസിന് ഏൽപ്പിച്ചു കൊടുത്തുകൂടെ?
ഈ CPM കല്ലെറിയാനും കൊല്ല ചെയ്യാനും ഒരാൾ കയറിയിരുന്ന അവർ ഇരുത്തുക പോലും ചെയ്യത്തില്ല. ഇത്ര മൃഗീയമായ ഒരു പാർട്ടി കേരളത്തിൽ നിന്ന് തേജോവധം ചെയ്യേണ്ട എന്നേ ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം അവർ ചെയ്യുന്നത് കൊല, പെണ്ണ് കേസ്, മറ്റുള്ളവരുടെ ഭാവിയെ പെണ്ണ് കേസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു ഭാവിയല്ലേ അല്ലേ? ആ സ്വപ്നെ പിന്നെ ശിവശങ്കർ വ്യഭിചാരം ചെയ്തല്ലോ. എന്നിട്ട് എന്നാ ഈ ശിവശങ്കറിനെ പൊക്കി പിടിക്കാത്തത്? മുകേഷ് വ്യഭിചാരം ചെയ്തല്ലോ, പെണ്ണുങ്ങൾ പുറത്തേക്ക് വന്നല്ലോ. എന്താ മുകേഷ് ഇപ്പോഴും MLA ആയി തുടരുന്നത്? പിന്നെ ഗണേഷ് കുമാർ പക്ക പോക്കുകാരൻ ചെറുക്കനാ, കഴിവുണ്ട്, ബിക്കോസ് ഹീസ് എഡ്യൂക്കേറ്റഡ്. സിനിമയിലാണെങ്കിലും നല്ല പ്രാവീണ്യം നേടിയ ഒരു വ്യക്തി, അപ്പൻ തികഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി, അവൻ എലിജിബിളാണ്, അവൻ കഴിവുള്ളവനാണ്. പക്ഷേ അവൻ്റെയും വീക്ക്നെസ് പെണ്ണ് തന്നെയാണ് അല്ലേ? അവൻ എന്തുമാത്രം തന്ത്രങ്ങളും എത്തിപ്പെടുന്നതാണ്. 10 കോടി രൂപയൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണിനെ വസൂലാക്കി ഒരു മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ റെപ്യൂട്ടേഷനും അവൻ്റെ ഭാവിയും വേദന കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ക്യാൻസറോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രോഗം വന്നത്, ആക്കി കൊന്നു. ഇപ്പോൾ അവളുടെ അവസ്ഥ എന്താ? ഇതെന്തിനാ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ കിടക്കണത്? ഇതെല്ലാം എനിക്കൊന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പറയുമ്പോൾ കിട്ടത്തില്ല. അതിൽ ഞാൻ പറയുന്നത്, ഇത് കേരള സമൂഹത്തിലെ പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്, അഭിമാനമുള്ള സ്ത്രീകളാണ് പുറത്തേക്ക് ഇറങ്ങി അവളെ ഇതുപോലുള്ള സ്ത്രീകളെ വലിച്ചു ചാടിച്ചിട്ട് ചവിട്ടണം. ഒരു നരഭോജിയല്ലേ സരിത അല്ലേ? എത്ര കുടുംബം കലക്കി, എത്ര രൂപ മേടിച്ചു, നോക്കടെ ലൈഫ് എന്നാ? ഇതൊക്കെ എന്തുകൊണ്ട് ചെയ്തില്ല? ഇവളെന്തുകൊണ്ട്, ഈ വ്യക്തി എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല? ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, നീ എങ്ങനെ ഇടം കൊടുത്തു? നീ ഒരു ഭർത്താവുള്ളവളല്ലേ? അപ്പൊ അവള് ഭർത്താവിനെ വഞ്ചിച്ചിരുന്നോ? ഭർത്താവിനെ വഞ്ചിച്ചോണ്ടായിരിക്കും ഭർത്താവ് അവളോട് പീഡനം ചെയ്തത്. കാരണം കാണും. അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രഗ് ആയിരിക്കും. അപ്പൊ അവൾക്ക് പിരിഞ്ഞു പോകാലോ. കേരളമല്ലേ? ഒരു കടയിൽ കയറിയുന്ന, ഒരു ജൗളിക്കടയിൽ പോയിന്ന് തുണി എടുത്തു കൊടുത്തിട്ടാലും അവൾക്ക് ജീവിക്കാമല്ലോ. അവൾ എന്തിനാണ് ഈ മാന്യമുള്ള കഴിവുള്ള ഈ ചെറുക്കനെ ഇത്രമാത്രം, കേരളത്തിന്റെ ഭാവിയുള്ള ഈ ചെറുക്കനെ എങ്ങനെ മാത്രം അപമാനിപ്പിക്കുന്നത്? അതിന് തുടങ്ങേണ്ടത് കേരളത്തെ യൗവനം നിറഞ്ഞ നല്ല നല്ല സ്ത്രീകൾ മുന്നോട്ട് വന്ന് അവളെ ചവിട്ടുക വേണ്ടത്. ഈ കേസിനെതിരെ പോകേണ്ടത് കേരള സ്ത്രീകളെ അപമാനിക്കുക, ഭർത്താവിന്റെ കൂടെ നിന്ന് പോയി വേറൊരു പുരുഷന്റെ കൂടെ കിടക്കുക, ഇതൊക്കെ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് പറ്റുന്ന കാര്യമാണോ? ആണോ? അതിന് നിയമവ്യവസ്ഥകളുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്താണെങ്കിൽ കുടുംബ പാരമ്പര്യം നോക്കും, കുടുംബത്തിന്റെ നിലനിൽപ്പ് നോക്കും, അഭിമാനം നോക്കും. മക്കളുണ്ടെങ്കിൽ പുറത്തേക്ക് വരാൻ പറ്റില്ല. ഇത് ഇവക്ക് അങ്ങനെയല്ലല്ലോ ഇന്നത്തെ കേരളം. ഇവക്ക് പിരിഞ്ഞു പോകാലോ, എന്നിട്ട് ഇവനെ കെട്ടിയിട്ട് ഇവന്റെ കൂടെ കിടന്നാൽ പോരെ? ഒരു ഭർത്താവിനെ വഞ്ചിച്ചവന്റെ കൂടെ കിടക്കണോ? ആ വഞ്ചനയ്ക്ക് ഈ യക്ഷിക്ക് കൊടുക്കണം, ഈ യക്ഷിയെ വലിച്ചിറക്കണം. ഇനി ഇങ്ങനെ ഒരു കഥ ഉണ്ടാകാൻ പാടില്ല കേരളത്തില്. ഇത് തീരാത്ത ഒരു വിഷയമായിട്ട് കിടക്കണു. ആ വ്യഭിചരിച്ചവന്റെ മനസ്സാ എന്താ വേണ്ടത്? അവള് വിളിച്ചിട്ടില്ലേ അല്ലേ? വിളിക്കാണ്ട് ആരെങ്കിലും ചെന്നുണ്ടോ? റേപ്പ് ചെയ്ത് എവിടെ സൈൻ ഉള്ളത്? ഒരു ഭർത്താവുള്ള സ്ത്രീ ഇത്തരം വൃത്തികേട് കാണിച്ചിടത്ത് കേരള കുടുംബങ്ങളുടെ അഭിമാനം കളയുന്നോ? സ്ത്രീകളുടെ അഭിമാനം കളയുന്നോ? അവളെ പിടിച്ചേർക്കുവാണെങ്കിലോ ഞാൻ ഇവിടുന്ന് വന്ന് വേണേ കൊടുക്കാം. മടിയൊന്നുമില്ല എനിക്ക്, സത്യത്തിന് കാവൽ നിൽക്കണേന് മടിയൊന്നുമില്ല. കാരണം അത് സ്ത്രീ സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന ഒരു കേസാണ് അവൾ ചെയ്തേക്കണേ. കുടുംബങ്ങളിൽ കിടന്ന് ഭർത്താവുള്ള ഒരു സ്ത്രീ ഈ പണിക്ക് പോയേക്കണു. എന്നിട്ട് ഭർത്താവിന് പ്രശ്നമില്ല, ഈ ചെറുക്കന്റെ ഭാവിയെ കളയുക, രാഷ്ട്രത്തിന്റെ ഭാവിയെ കളയുക. അറിഞ്ഞോണ്ട് ചെയ്യുന്ന ഒരു വേലയല്ലേ ഇത്? CPM പിന്നെയും കുപ്പിപ്പുത്തിക്കൊണ്ട് വരുമല്ലേ ഇത്? VD സതീശൻ കൂട്ടും. ഇതൊക്കെ എന്താ? ഇതൊക്കെ ആർക്കാ തിരിയില്ലാത്തത്? എത്ര പൊട്ടക്കണ്ണനും തിരിയില്ലേ? ഇനി ഈ കേരള രാഷ്ട്രീയത്തില് ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാകാൻ പാടില്ല. ഈ പെണ്ണ് വെച്ച് മാന്യന്മാരെ അപമാനിക്കുക. പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ ഇത് കാണിക്കുന്നത്? ചിലരൊക്കെ എന്തോരം സ്ത്രീകളാണ് ജീവിതം മുഴുവൻ സഹിച്ചു കൂട്ടുന്നത്. പെണ്ണുരോഗമുള്ള ഭർത്താക്കന്മാരുടെ കൂടെ, മദ്യപാനികളായ ഭർത്താക്കന്മാരുടെ കൂടെ, ആഭിചാരമുള്ള കുടുംബങ്ങളിൽ എന്തോരം ഡ്രഗ് കഴിക്കുന്ന കുടുംബങ്ങളിൽ ഇതെല്ലാം എന്തോരം എന്തോരം സഹനത്തിലുണ്ടെന്നറിയാമോ? പണ്ടൊരു പോലീസ് ഓഫീസറുടെ ഭാര്യ സുനിലിൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞില്ലേ? ഞാനത് കേട്ടതാ. അവൻ എന്തോരം പ്രവൃത്തി ചെയ്തേ. എന്താ? പെണ്ണ് അതിന് വേറെയുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇത്ര നീചമായ പ്രവൃത്തി, ഡ്രഗ് അടിച്ച് കള്ളം കുടിച്ച് ഈ ഭാര്യയോട് ചെയ്യണത്. അതൊക്കെയാണ് പോക്കെ. ഇതോ അവൾ വന്നിട്ട് ആരുടെ കൂടെ കിടക്കാൻ പോയില്ലല്ലോ. അവൾ പറഞ്ഞില്ലല്ലോ എനിക്ക് ഞാൻ ഒരു MLA വിളിച്ചോ അല്ലെങ്കിൽ ഒരു മന്ത്രിയെ വിളിച്ചോ അവൾ കൂടെ കിടന്നില്ലല്ലോ. അവൾ അവിടെ സങ്കടം കൊണ്ട് വരുമല്ലേ ചെയ്തത്. അങ്ങനെയല്ലേ സ്ത്രീകൾ ചെയ്യണത്? 2-3 ഡിപ്ലോമാറ്റിക് ക്യാരക്ടറുണ്ട്, സ്ത്രീക്കുണ്ട് പുരുഷനുണ്ട്. അപ്പം ഇത് ശരിയല്ല എന്നുള്ളതാണ്. ഈ രീതി ശരിയല്ല എന്നുള്ളത്
അല്ലെങ്കിൽ ആരാണ് ആയിട്ടുള്ളത്? ഈ ഉണ്ണിത്താൻ സത്യസന്ധനാണോ? അവനിപ്പോൾ അവസാനം നീർക്കോലി പൊക്കിയേക്കുമ്പോൾ തലയും കൊണ്ട് വന്നേക്കണം. ഇത്രയും നാൾ അവൻ ഒതുങ്ങിയിരുന്നേച്ച് ഇപ്പം അവൻ പത്തി വിടർത്തിയേക്കണത്. അതിലിപ്പം മിടുക്കനായിട്ട് നിൽക്കുന്നത് ഇവൻ മാത്രമല്ലേ ഉള്ളൂ, സുധാകരൻ. സുധാകരൻ അന്നും ഇന്നും ആണത്തുണ്ട് അല്ലേ? അതാ അതിൻ്റെ കാര്യം. അത്രേ ഉള്ളൂ. മുരളീധരൻ എന്നാ നന്നായിട്ട് സംസാരിച്ചിട്ടുള്ളത്? എന്ത് വ്യക്തിത്വമുണ്ട് മുരളീധരൻ? അപ്പൻ്റെ കെയർ ഓഫിൽ നിൽക്കണം എന്നുള്ളതെ ധർമ്മമോ സത്യമോ നീതിയോ എന്തെങ്കിലും മുരളീധരനുണ്ടോ? അവനൊരു മോളിൽ കയറ്റി ഇരുത്താൻ പറ്റുമോ? അവനൊരു വാഴ്ച കൊടുക്കാൻ പറ്റുമോ? അവൻ CPM-നേക്കാൾ കൂടുതൽ ചെയ്യുന്ന ഒരു നേതാവ് മുരളീധരൻ. അവൻ്റെ വർത്താനവും അവൻ്റെ രീതി, ആ മക്കൾ രണ്ടും ശരിയാണോ? അല്ല. പിന്നെ മുരളീധരന് പറയാനുള്ള അഭിപ്രായം പറയാനുള്ള ഇതെന്നാ? ഈ 4 നേതാക്കന്മാരും മുന്നോട്ട് വരിക. ഫിറോസ്, കുഴൽനാടന്, ഉമ്മൻചാണ്ടിയുടെ മോൻ ചാണ്ടി ഉമ്മന്, മറ്റേ നമ്മുടെ ഷാഫി, രാഹുല്, ഈ നേതാക്കന്മാർ ഇവരെ താങ്ങേണ്ടതാണ്. ഇവരെ കുറ്റം പറയിക്കാണ്ടല്ല, ഇവരെ താങ്ങി അവർ ഒന്നായിട്ട് നിന്നപ്പോൾ ഇലക്ഷൻ വരുമല്ലേ, അവന് പാലക്കാട് കിട്ടത്തരുത്. അതിന് വേണ്ടിയിട്ടാ കോൺഗ്രസിന്റെ മണ്ഡലം കളയണം, അത്രേ ഉള്ളൂ. കോൺഗ്രസിലുള്ള ഒരെണ്ണം കോൺഗ്രസിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്, ഈ 4 പേരൊഴിച്ച്. അല്ലെങ്കിൽ ശശി തരൂരിനെ ഇവർ മുമ്പിൽ നിർത്തുമായിരുന്നു. തരൂര് വിവേകമുള്ളത്, പ്രാഗൽഭ്യമുള്ളത്, അറിവുള്ളത്, പുതിയ കേരളം സൃഷ്ടിപ്പെടുക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്. ഒരു പാർട്ടിയോട് ചായ ചെയ്യാതെ അത് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവരെടുക്കൂല. അപ്പൊ ഈ മുതുക്കന്മാർക്ക് കയറി വരാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഈ കേരളത്തിൽ കോൺഗ്രസ് പൂർണ്ണമായിട്ട് തീർത്ത് കളയാനാണ് ഇപ്പൊ ഈ പണി കൊണ്ടുവന്നേക്കുന്നത്. അതുല്യാണ് സംസാരിക്കുന്നത്, കായംകുളത്ത് നിന്നാണ്. ഞാൻ സാറിനോട് വിളിച്ചിട്ട് റേഞ്ച് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. വളരെ വളരെ ഒരു പ്രതിസന്ധിയിലൂടെ വീണ്ടും ആ കുട്ടിയെ എടുത്ത് സമൂഹം നാണം കെടുത്താനുണ്ടാക്കിയ ഒരു കാരണം വീണ്ടും അത് നമ്മുടെ കേരള ജനതയ്ക്ക് തന്നെ അവമാനമായിട്ട് തോന്നുന്നു. കാരണം ഇത്രയും നാണം കെട്ട് ഒരു പക്ഷേ എന്താണ് പറയേണ്ടത്? കേരളം ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക്, കാരണം ശബരിമല അയ്യപ്പനെ വിറ്റ് കോടികളുടെ അഴിമതി കാണിച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന് കഴിയാത്ത സാഹചര്യത്തിൽ ആ പെണ്ണ് അങ്ങോട്ട് ചെന്നിട്ട് ചെറുക്കന്മാര് നല്ല പയ്യന്മാരെ കാണുമ്പം വിളിച്ച്, എനിക്കും ഇതുപോലുള്ള കുട്ടികളുണ്ട്, സഹോദരങ്ങളുണ്ട്, ആ പയ്യന്മാരെ അവൻ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആണ് മാത്രം വിചാരിച്ചാൽ എന്ത് കാര്യങ്ങളും നടക്കത്തില്ല. അവളും കൂടെ അതിന്റെ പുറകെ, അവളാണ് പോയത്. അവൾക്ക് നല്ല പയ്യന്മാരെ കണ്ടപ്പോൾ വശീകരിച്ച് അവളെ അവന്റെ ഭാവി തകർത്തിട്ട് അവളെ ഇതിനെ ആര് പ്രേരിപ്പിച്ചാലും ഈ ചെയ്യുന്ന പാവങ്ങൾ എന്താണെന്ന് അവള് അറിഞ്ഞ് ഇവനെതിരെ ഈ വർത്തമാനം പറയുന്നവരെല്ലാം ഇതിന്റെ 10 തലമുറ അനുഭവിക്കുക. ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം, വേദന എന്താണെന്ന് സാറ് സമൂഹത്തോട് ഒന്ന് വിളിച്ചു പറയുകയും അത് മാത്രമല്ല, ഇത്രത്തോളം സാറ് ചെയ്തതിന്റെ ഒരു റിസൾട്ട് കിട്ടാൻ ഉള്ള അവസാന ഒരു കൈക്ക് ആണ്. ഞാൻ കോൺഗ്രസ്സുകാരി ഒന്നും അല്ല, പക്ഷെ ആ കുട്ടിയെ വളരെ വളരെ ഇഷ്ടമാണ്. അതുപോലൊരു പ്രതിപക്ഷത്ത് ഒരു ലീഡർ കോൺഗ്രസിൽ വളർന്നു വരുന്നതിനെ വളരെ അഭിമാനത്തോടു കൂടി കാണുന്ന കുറച്ച് വ്യക്തികൾ, നിഷ്പക്ഷരായ ജനസമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. ഈ ഇലക്ഷൻ സമയത്ത് എത്രയോ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ട കേരളത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആക്കി നമ്മുടെ ഓരോ വ്യക്തികൾ, ആ മന്ത്രിസഭയിൽ തന്നെ ഇരിക്കുന്ന ഗണേശ് ആകട്ടെ, അതുപോലെ തന്നെ മുകേഷ് ആകട്ടെ, അതുപോലെ തന്നെ എല്ലാം നമ്മുടെ ഓരോ മന്ത്രിമാരും MLA-മാരും ഏതെങ്കിലും ഒരാള് നല്ല സ്വഭാവമുള്ളവരുണ്ടോ? മുകേഷിന്റെ വിഷയത്തിൽ എത്രയോ കേസ് ആ ഭാര്യ തന്നെ കൊടുത്തു. അതുപോലെ തന്നെ ഗണേശന്റെ വിഷയത്തിൽ അവരെയൊക്കെ എന്ത് നടപടിയെടുത്ത് എത്ര ലുക്കൗട്ട് നോട്ടീസ് അയച്ചു. ഇത് മനസ്സിലാക്കാൻ ഈ കോൺഗ്രസിന്റെ സതീശനെ പോലുള്ള ലീഡർമാര് ചാണവെള്ളം കുടഞ്ഞ് പുറത്തിറക്കാതെ, എനിക്ക് അതിനൊന്നും സംഭാഷണം പറയാൻ വയ്യ. അവനെല്ലാം ഇത് അനുഭവിക്കാതെ എങ്ങും പോകത്തില്ല സാറേ. എനിക്ക് ശരിക്കും ഒരു വേദനയോടെ ആ കുട്ടി, ശരിക്കും ദൈവം അവനെ വഴി നടത്തണം. അവൻ വലിയൊരു ലീഡറാവും, ഇല്ലെങ്കിൽ അവന്റെ ഒരു ജീവിതം, ഇത്രയും അറിവും കഴിവും പ്രാഗൽഭ്യവും ഉള്ള ഒരു പയ്യനെ സമൂഹം അതിനെ എങ്ങനെ ഉയർത്തേണ്ടതാണ്? ഈ കോൺഗ്രസിന്റെ ഒരു മുതൽക്കൂട്ടായ ഒരു വ്യക്തിയെ ഇത്രത്തോളം തകർത്ത് ഈ കേരളത്തിന്റെ ഭരണം ഇനിയെങ്കിലും കേരളത്തിന് ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയപ്പോൾ വീണ്ടും ഈ സതീശനെ പോലുള്ള ദുർഘട വിഷങ്ങൾ വീണ്ടും അതിനെ വളരെ വളരെ മോശമായിട്ട് ഈ സമൂഹത്തെ കാണുന്ന ഒരു സാഹചര്യം, അത് ഒരിക്കലും ആ പയ്യനെ രക്ഷപ്പെടുത്താൻ സാറിനെ കൊണ്ട് ഈ സമൂഹത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം, ഞങ്ങളടങ്ങുന്ന സ്ത്രീകൾ ഒന്നടങ്കം ഞങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങും. എവളക്ക് തക്ക ശിക്ഷ ഈ
ചെയ്തിരിക്കുന്ന ഈ കൊലയാളി എന്ന് പറയുന്ന അവൾ എന്താണ് അവളെ സംബോധന ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല സാറേ. അത്രയ്ക്കും ഉള്ള നീചയായ ഈ സ്ത്രീയെ സമൂഹം കല്ലെറിയണമെന്നാണ് എനിക്ക് അതിനോട് പറയാനുള്ളത്. അവന് നീതി കിട്ടണം. അവൻ സമൂഹത്തിൽ ഉയർന്ന വലിയ വലിയ സ്ഥാനങ്ങൾ, കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയാകേണ്ട ഒരു പയ്യനാണ്. അവന് ദൈവം അവനോടൊപ്പം ഉണ്ടാകും. അതിന് ഈ എത്ര കോൺഗ്രസ്സുകാർ വിചാരിച്ചാലും എത്ര ആളുകൾ വിചാരിച്ചാലും അവനെ സാറ് രക്ഷപ്പെടും. ചാനലിലൂടെ വരുന്ന വാർത്തകളും ഞാൻ കാണുന്നു. ഒരാളെങ്കിലും ദൈവദൂതനെ പോലെ ഒരു വാക്ക് പറയാൻ, മറ്റ് ചാനലുകളുടെ വാർത്ത കാണരുത്, ഒരു വ്യക്തികളുടെ ചാനൽ, ഇതുപോലുള്ള ചാനലുകാരന്മാരെ ആദ്യം ചാണകവെള്ളം കുടച്ച് അവനെ പുറത്തിറക്കണം. ഈ വാർത്തകൾ കാണാൻ ജനങ്ങൾ തയ്യാറാകരുത്. അവന്റെ ചാനലിനെ പൂട്ടിക്കണം. അതാണ് ജനസമൂഹം ചെയ്യേണ്ടത്. എനിക്ക് മറ്റൊന്നും പറയാൻ എനിക്ക് ആ പയ്യന്റെ ഇന്നലെ ഒന്നും ഞാൻ കിടന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. നമ്മളെ ഒരു മകനെ പോലെ എനിക്ക് ആ പയ്യൻ എൻ്റെ സ്വന്തം മകനായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അത്ര അറിവും പാണ്ഡിത്യവുമുള്ള ഒരു കുഞ്ഞ്. ഒരു പക്ഷേ അവന് സംഭവിച്ചു പോയി. ഇങ്ങനെ അവനെ വശീകരിക്കാൻ സ്ത്രീകൾ നടക്കുമ്പോൾ അവനെ ഒരു പക്ഷെ അവൻ ആ ഘട്ടത്തിൽ എന്തെങ്കിലും സാഹചര്യത്തിന് അവൻ വഴിപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെത്രയോ മാപ്പ് ദൈവം അവന് കൊടുക്കും. അവനത് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കോടതിയിൽ അവന് ഒരു നീതി ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാ ഞാൻ. ഈ പാർട്ടി അവനെ കൈവെടിഞ്ഞത് വളരെ വളരെ വേദനയായിപ്പോയി സാറേ, വളരെ ദുഃഖമായിപ്പോയി. സാർ, ഇപ്പൊ സത്യത്തിലൊരു കൺഫ്യൂഷനിലാണ്. അതായത് നമ്മള് ഈ CPM ഇനി ഒരു സമയത്ത് വരാൻ പാടില്ല. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ നമ്മള് കോൺഗ്രസ് എങ്ങനെയെങ്കിലും ജയിച്ചു കയറണം എന്ന് ചിന്തിക്കുന്നവർ കൂടി. ഞാൻ ഒരു പാർട്ടിയിലുണ്ടായിരുന്ന ആളല്ല, പക്ഷെ ഇപ്പൊ കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണ്ടേ ഈ ഇലക്ഷന്. പക്ഷെ ഇപ്പൊ നമുക്കൊരു വിഷമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഹുലിന് ഈ കേക്കച്ചൻ എടുത്ത് പള്ളേ കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കോൺഗ്രസിന് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? ഈ രാഹുലിലാണ് നമുക്കൊരു പ്രതീക്ഷയുള്ളത്. നാടിന്റെ നന്മയ്ക്ക് അവനെ കൊണ്ട് സാധിക്കും. നഷ്ടപ്പെട്ടു പോയ ഒരു സന്തോഷവും സമാധാനം രാഹുൽ ഉൾപ്പെടുന്ന യുവത്വത്തിന് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് ഈ ആദ്യമായിട്ടാണ് ഞാനൊരു പാർട്ടി പ്രവർത്തനത്തിന് ഒരു ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയേക്കണത്. അപ്പോൾ അത് സത്യത്തിൽ ഇപ്പൊ ഒരു വിഷമായിട്ട് മാറിയേക്കാം. അത് അവനെ പെടുത്തിയതാ. അല്ലെങ്കിൽ പെടുത്താതെയാണെങ്കിൽ ഈ ഒരു പുരുഷനായിട്ടുള്ള ബന്ധത്തിന്റെ വോയിസ് ചാറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ സ്ത്രീ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെടുത്തിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളത് ചർച്ച ചെയ്തും പറഞ്ഞും കേട്ടതൊക്കെയാണ്. അത് തന്നെയല്ല, ആ സ്ത്രീ പക്ക ഡീസന്റ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അവള് 1 വർഷം പോലും ആവാണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആവാത്ത ഒരു സ്ത്രീ ഒരു അന്യ പുരുഷന്റെ കൂടെ പോയി കിടന്നു. അല്ലാണ്ട് ഇതുപോലെ എത്ര പേര് കൂടെ പോയി കിടന്നുണ്ടാവും നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അവളുടെ ഹിസ്റ്ററി പുറത്തു വിടേണ്ടതാണ്. അവളെത്ര സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അത് എന്തായാലും അത് പുറത്ത് വരിക തന്നെ വേണം. അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ വെറും മണ്ടന്മാരല്ലേ. അപ്പൊ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വന്നേക്കണെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത ഇലക്ഷൻ നമ്മൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാനും എങ്ങനെയെങ്കിലും ഈ പിണറായി സർക്കാരിനെ താഴെയിറക്കണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി നിൽക്കുമ്പോൾ ഇങ്ങനൊരു വിഷയം വന്നു കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. എന്ത് ചെയ്യണം? BJPക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പോകാം. ഈ CPM കയറിയിട്ടുണ്ടെങ്കിൽ രണ്ടും ശരിയാണ്, നശിച്ച് നാറാണ കല്ല് പിടിപ്പിക്കും. പിന്നെ ഒരു പ്രതീക്ഷ തല്ലും തമ്മിത്തല്ലൊക്കെ ആണെങ്കിൽ ഈ കോൺഗ്രസിലാണുള്ളത്. പക്ഷെ ഈ കേക്കച്ചനെ പോലെയുള്ളവനൊക്കെ പറവൂര് കയറിയിട്ടുണ്ടെങ്കിൽ ഇവനെ നോക്കണ്ട. അവനൊക്കെ ശരിക്കും പൂട്ടിക്കെട്ടുന്ന സമയം കഴിഞ്ഞു. അപ്പൊ ഒരു പ്രതീക്ഷയില്ലാത്തൊരു സാഹചര്യത്തില് സത്യം പറയാലോ സാറേ, 2020 തന്നെ തിരിഞ്ഞാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാതെ ഇവർക്ക് വോട്ട് ചെയ്തിട്ടും കാര്യമില്ല. ഇനിയിപ്പോ ചെയ്യാണ്ടിരുന്ന 2020 ജയിച്ചില്ലെങ്കിൽ എന്തെങ്കിലും BJP അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ജയിക്കും. നമുക്കതും പ്രശ്നമാണ്. അപ്പൊ ആകെ ജനങ്ങൾ കൺഫ്യൂഷനിലാണ്. എന്ത് ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടിയിട്ടൊരു ഇങ്ങനെയൊരു സംഭവത്തിന്? അതായത് രാഹുൽ മാങ്കുട്ടത്തിന് പിന്നെയും അറസ്റ്റിലേക്ക് പോവുകയാണല്ലോ. കേട്ടിട്ട് ഭയങ്കര വിഷമമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരു തെറ്റ് ചെയ്താൽ നേരെ മുഖ്യമന്ത്രിക്കാണോ കേസ് കൊടുക്കേണ്ടത്? ഇവിടെ നീതിന്യായ കോടതി ഒന്നുമില്ലേ? പോലീസ് ഇല്ലേ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പോലീസിലല്ലേ കേസ് കൊടുക്കണ്ടേ? അത് തന്നെ ഓർത്താൽ മതിയല്ലോ ഒന്നാം തരം പൊള്ളത്തരമാണെന്ന്.
പിന്നെ രാഹുൽ എന്ത് തെറ്റ് ചെയ്തെന്നായി പറയുന്നത്? ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പണ്ടായിരുന്നെങ്കിൽ ഇത് തെറ്റാന്ന് പറയാമായിരുന്നു. ഇന്ന് പ്രായപൂർത്തിയായ ഏതൊരാണിനും പെണ്ണിനും എവിടെയും ആരുമായും എങ്ങനെയും ബന്ധപ്പെടാനുള്ള ഒരു നിയമം ഇന്ത്യയിൽ നിലനിൽക്കെ ഇവൻ എന്ത് തെറ്റ് ചെയ്തെന്നാ പറയുന്നത്? ഇത് തെറ്റായിട്ട് ഇപ്പം ആരും അംഗീകരിക്കുന്നില്ലല്ലോ, കോടതി പോലും അംഗീകരിക്കുന്നില്ലല്ലോ. പിന്നെ ആർക്കാ ഇത് തെറ്റായിട്ട് തോന്നിയിരിക്കുന്നത്? ഇത് ചെയ്തവർക്കോ? ഇതിൻ്റെ നേതാക്കന്മാർക്കാണ് തെറ്റായിട്ട് തോന്നിയത്. അവരിതിനപ്പുറം ചെയ്തേച്ചാണ് ഈ നിൽക്കുന്നതും കേസിനും പുറകെ പോകുന്നതും ഒക്കെ. എന്തായാലും കോൺഗ്രസിനെ തറ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ഈ വേലകൾ ഒരിക്കലും ശരിയായില്ല. ഈ ഇലക്ഷൻ എടുത്തപ്പോൾ സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാൻ തന്നെ ഇവരെടുത്ത തീരുമാനം. എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും അതമ്പതിച്ചു പോയല്ലോ ഓർക്കുകയാണ്. നല്ല നല്ല ഐഡിയകളുള്ള പാർട്ടിയായിരുന്നു, അതെല്ലാം പോയി. അവരെ വെറും തറയായി മാറിയിരിക്കുക. പിണറായിയുടെ ഈ കുറ്റങ്ങളെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടി രാഹുലിനെ പൊക്കുകയാണ്. ഇതൊന്നും ഒരു തെറ്റായിട്ട് കോടതി പറയുന്നില്ല. പിന്നെ ഇവർക്കെന്താ തെറ്റ്? അവർക്ക് കേസും ഇതൊക്കെ ഉണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് പരാതി അറിയിക്കല്ലേ വേണ്ടത്. അത് ചെയ്യാതെ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവനും അറിയിച്ച് മുഖ്യമന്ത്രിക്ക് ലെറ്ററും കൊടുത്ത്, ഇതാണോ നല്ല രീതി? ഇവരുടെ സഭയിൽ എത്ര മന്ത്രിമാർ ഈ പീഡനക്കേസിൽ പ്രതികളാണ്? പീഡനവീരന്മാരുടെ ഒരു പട്ടിക തന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലില്ലേ? അതിന് നേതൃനിരയിലുള്ളവർ പോലും ഈ കേസിൽപ്പെട്ടവരാണല്ലോ. അവർക്കാർക്കും ഒരു വിഷയവുമില്ല. രാഹുലിന് മാത്രമേ പ്രശ്നമുള്ളൂ. എന്തായാലും രാഹുലിൻ്റെ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവണം. കോടതി അതിന് അനുകൂലമായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് വളരെ വിഷമമുണ്ട്. രാഹുലിനെ തളർത്താനായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തികൾ കോൺഗ്രസ് ഒന്ന് പച്ച പിടിച്ച് വരുമായിരുന്നു രാഹുലിൻ്റെ നേതൃത്വത്തിൽ. എന്തായാലും ഈ പിണറായിയുടെ അന്ത്യം കാണാൻ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ കൈക്കച്ചൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നവുമില്ല. ഒറ്റക്കെട്ടായി നിന്നിട്ട് അവനെ പൊക്കിയെടുത്തോണ്ട് വരണം. രാഹുൽ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. മാങ്കൂട്ടത്തിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പം മാങ്കൂട്ടത്തിന് ന്യായമായിട്ട് പറയുന്ന ഫസ്റ്റ് ആള് സുനില. കാര്യം ഇത്രയും കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി ഒരു പാർട്ടിക്കാരനും ഇല്ല, കോൺഗ്രസ്സുകാരനും ഇല്ല, സ്വന്തക്കാരനും ഇല്ല, ആരുമില്ല. സുനിലാണ് ഇതിനു വേണ്ടി മുഴുവനായിട്ടും പോരാടുന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ ഈ രാജമോഹൻ ചുണ്ണിത്താൻ അയാൾ പറഞ്ഞത് കേട്ടില്ലേ? അതായത് ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല, അസംബ്ലി വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചു കൊടുത്തു, കേസ് എടുക്കാൻ പറഞ്ഞു. അത് സ്പഷ്ടമായിട്ടില്ലേ പറയുന്നത്? അവന് പിന്നെ അവിടെ പാൽക്കെട്ട് പോരുമെന്ന് പറഞ്ഞു പോയി. ഞങ്ങൾ പറഞ്ഞതിനപ്പുറത്ത് പോയി, അതുകൊണ്ട് കൊടുത്തു. അപ്പം സ്പഷ്ടമല്ലേ ഇത്? ഈ ചുണ്ണിത്താൻ പിന്നെ മഞ്ചേശ്വരത്ത് പോയപ്പം അയക്ക് ഭാര്യയുണ്ട്, മക്കളുമുണ്ട്. അന്നേരം അയാൾ അവിടെ ഇത് വെച്ച് മെഴുക് വെച്ച് സീൽ വെച്ചാണ് പോയത്. എടാ, ഇവൻ കല്യാണം കഴിക്കാത്തൊരു പയ്യൻ അങ്ങനെ എന്താ പോകുന്നത്? ഇവരെന്ത് ഈ തോക്കെന്തിനാ കൊടുത്തിരിക്കുന്നത്? അത് വല്ലപ്പോഴും എടുത്ത് വെടിവെച്ചില്ലെങ്കിൽ തുരുമ്പ് പിടിക്കത്തില്ലയോ? ഇവൻ്റെയൊക്കെ ഈ സെൽഫിഷ്നസ്. അപ്പം അവന് പെണ്ണുമ്പോൾ ഉണ്ട്, മക്കളും ഉണ്ട്, അവന് കള്ളവടി വെക്കണം. ഇപ്പം കള്ളവടിയല്ലല്ലോ വെച്ചതുള്ള നേരിട്ടുള്ള വെടിയില്ലേ? അത് തന്നെയല്ല, അവനെയൊക്കെ മനുഷ്യൻ പിന്നെ എല്ലാവരും ലോകം മുഴുവൻ കാണിച്ചില്ലേ? നാണവും മാനമില്ലാത്ത തീർത്ഥങ്ങൾ. ഇവൻ അങ്ങനൊന്നും ഇല്ലല്ലോ. ഇവൻ ഒടിവായിട്ട് എവിടെങ്കിലും അവൻ്റെ റൂമിലോ ഗുണവും ചെയ്യും. അത് മനുഷ്യനില്ലേ? അതിപ്പം വലിയൊരു കാര്യമാണോ? അപ്പം ഈ കേസ് കോർട്ടിൽ പോയാൽ നിൽക്കത്തില്ല. എങ്ങനെങ്കിലും ഒരു 3-4 ദിവസം ഒളിവിലിരിക്കണം. ഒളിവിലെന്നുള്ളതല്ല, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ കാര്യം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കൈ നോക്കണം. കാര്യം ഇവന്മാരൊന്നും ശരിയല്ല. ഈ പറയുന്ന ഇവന്മാരെല്ലാം ഈ തെറ്റുകളും ഇതും ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ ചുണ്ണിത്താനായാലും കിങ്ങിണിക്കുട്ടനായാലും, കിങ്ങിണിക്കുട്ടൻ്റെ പെങ്ങളെ ഒന്ന് നേരെ നിർത്തിട്ട്, പെങ്ങൾ BJP പോയില്ല, പറഞ്ഞു നിർത്തിട്ട്, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വാചപടിക്കുക. ഇവനൊക്കെ കോൺഗ്രസിനെ നശിപ്പിച്ച് നാറാണക്കെല്ലാക്കി നശിപ്പിച്ച് കളയും. ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഈ പിന്നെ കള്ളത്തരത്തിന് ഇതിന് ഇവന്മാർ കൂട്ടി നിൽക്കുക. എനിക്ക് തോന്നുന്നു ഇവന്മാർ ഈ സ്വർണം വിറ്റത് ഇവന്മാർക്ക് കൊടുത്ത് കാണും, പങ്കിട്ട് കാണും. അല്ലെങ്കിൽ ഇവന്മാരും ഒന്നും മിണ്ടാത്തത് എന്താ? ഇതുവരെയും
ഈ കിങ്ങിണിക്കുട്ടനോ അല്ലെങ്കിൽ ഈ പിന്നെ കേക്കച്ചനോ ആരെങ്കിലും എവിടെങ്കിലും ഒളിഞ്ഞിരുന്ന എവിടെന്നെങ്കിലും തമാശ പറയുന്ന പോലെ നമ്മൾ സംസാരിക്കുന്ന പോലെ കോൺവെർസേഷൻ ചെയ്യുന്നുള്ളതല്ലാതെ ഇതിനെതിരായിട്ട് എവിടെങ്കിലും ഒരു നല്ല സ്റ്റേജിൽ കയറി ഈ കൊള്ളയ്ക്ക് എന്നതായിട്ട് പറയുന്നുണ്ടോ? പറയത്തില്ല. കാര്യം ഈ കൊള്ള യുവമാർക്കും കിട്ടിയെന്നുള്ളതാണ് ഇതിൻ്റെ. നമുക്കൊരു ബോധ്യമുണ്ട് യുവമാർക്കും കിട്ടി. അല്ലെങ്കിൽ ഓപ്പോസിഷൻ ആയിരിക്കുന്നവൻ ഈ പിന്നെ ഇതിനെ ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ ഉണ്ടായിരിക്കുമോ? അപ്പോൾ അവന്മാർക്ക് പണം കിട്ടിയെന്നുള്ളത് നമുക്ക് സ്പഷ്ടമാണ്. അതാണ് ഈ കോൺഗ്രസ്സുകാരന്മാരും ഉണ്ട്. അത് ഈ പിള്ളേരെ കുരങ്ങനെ തള്ളക്കുരങ്ങനെ ഇതിനകത്ത് ചൂട് ശർക്കരയ്ക്കകത്തിട്ട് കൊച്ചു കുരങ്ങിനെ ചൂട് ശർക്കരയ്ക്കകത്ത് കൈയിട്ട് തള്ളക്കുരങ്ങ് നക്കെന്ന് പറഞ്ഞ പോലെ യുവന്മാർ ഇവിടെ നിന്നും വല്ലവൻ്റെയും പണവും അടിച്ച് കൊള്ളയടിച്ചിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരായ പിള്ളേരെ നാട് നീളം വളർത്തി അടിയും കൊള്ളിച്ചു കഴിഞ്ഞ് അവനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവനെ പറഞ്ഞു വിടാന്നല്ല. ഇവനൊക്കെ തന്തയ്ക്ക് പറഞ്ഞവനാണോ? ഇവനൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവൻ്റെയൊക്കെ വീട്ടിലെ അവൻ്റെ പെണ്ണും മോണാരും എല്ലാം ശരിയാണോ എന്ന് ഇവനങ്ങനെ അറിയാം. സീൽ വെച്ചിരിക്കുകയാണ്. ഇവനെ കുട്ടിയിലെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ച സീൽ വിട്ടിട്ടുണ്ടെന്ന് നോക്കുന്നുണ്ട്. ആദ്യം ഇവനൊക്കെ പോയി അവനെ നോക്കില്ലേ? ഇവന്മാർക്ക് എന്താ സംശയം? ഇപ്പം രാഹുൽ മാന്ത്രത്തിലും ചെയ്തെന്ന് പറയുന്ന ഈ വീരന്മാരെല്ലാം ഉണ്ടല്ലോ, പത്രക്കാരൊക്കെ. അവൻ്റെ പെങ്ങളെയും ആമണയാന്ന് അങ്ങനെ സംശയം വരുമ്പോൾ എല്ലാവരും വരാമല്ലോ. ഇവരെ തന്നെ ആണെന്നുണ്ടല്ലോ. അവന്മാർക്കും ഇല്ലേ പെങ്ങന്മാരും ഭാര്യമാരും അമ്മമാരും ഒക്കെ. അപ്പോൾ അവർക്ക് ഇങ്ങനെ പോകത്തില്ലെന്ന് അങ്ങനെ അറിയാം. അവരെ രാഹുൽ ചെയ്തെന്നാൽ എനിക്ക് ബോധ്യം. എല്ലാവർക്കും ഒരു ബോധ്യം ഉണ്ടല്ലോ. ഏതായാലും നല്ല വിധമായിട്ട് കഴിഞ്ഞിട്ട് നല്ല വക്കീലാണ് പുള്ളി. കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നമുക്ക് 2-3 ദിവസം കൂടെ നോക്കിയിരിക്കാം. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ പിന്നെ ഇവരുടെ കാര്യം മാത്രം പറഞ്ഞു. ഇതിപ്പം മനഃപൂർവ്വമായിട്ട് രാഹുലിനെ വേറെ വഴിയില്ല. അവൻ്റെ അടുക്ക പറഞ്ഞ് ജയിക്കാൻ പറ്റത്തില്ല. ഒരു പരിപാടി അവൻ്റെ അടുത്ത് നടക്കത്തില്ല. അപ്പോൾ പിന്നെ അവന്മാർ നോക്കിയപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അവൾക്കൊരു 10 കോടി രൂപയെങ്കിലും കൊടുത്ത് കാണും. ഇല്ലെങ്കിൽ അവൻ കാര്യം സരിതയ്ക്ക് 10 കോടി കൊടുത്തല്ലോ. അപ്പോൾ പിന്നെ അതിന് വേണ്ടി നോക്കിയതാണ്. അതിപ്പം ഇവന്മാരാകെ കൂടെ എല്ലാം കൂടെ നോക്കിയാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കോടതിയിൽ എങ്ങനായാലും അത് ജയിച്ച് കയറി വരും. അപ്പോൾ പിന്നെ അതിനകത്ത് ഇപ്പം കുറച്ച് ഇതൊക്കെ കിടന്ന് ഇങ്ങനെ അടിക്കും. വക്കീൽ നല്ല വക്കീലാണല്ലോ. നോക്കാനും പുറത്തിരുന്ന് നോക്കാം. സാറേ, എനിക്ക് 60 വയസ്സുള്ള ഒരു പ്രവാസിയാണ് ഞാൻ. ഈ കേരളത്തിലെ അലന്ന കുറേ ചാനലുകൾ പിണറായിയുടെ പൈസയും വാങ്ങിച്ചുകൊണ്ട് എന്തെല്ലാം പ്രവൃത്തി ആണ് കാണിക്കുന്നത്. എല്ലാ വിഷയം കളഞ്ഞ് ഇപ്പം യുവമാരെല്ലാം ഈ രാഹുലിൻ്റെ ഗർഭത്തിൻ്റെ പുറകിന് പോവുകയാണ്. മറ്റെന്തെല്ലാം വിഷയങ്ങളുണ്ട്, അതൊന്നും ഇവർക്ക് ഒരു വിഷയമല്ല. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം മുച്ചോട് അടിച്ചു മാറ്റിയ യുവമാർ ഒരു മറയാക്കി തീർക്കാനാണ് ഈ രാഹുലിൻ്റെ പ്രശ്നമാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അതിപ്പോൾ കേരളത്തിലെ അരി ആഹാരം കഴിക്കുന്ന എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. പിണറായിയുടെ ഈ കുരുട്ടുബുദ്ധിയൊന്നും ഇനി പോകില്ല. എല്ലാ ജനങ്ങളും ഇത് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയെ കുറേ കഷ്ടപ്പെടുത്തിയതല്ലേ, അത് ജനങ്ങൾക്കറിയാം, നന്നായി അറിയാം. ഇതൊന്നും ഇവിടെ വില പോകില്ല. നോക്കിക്കോ, ഈ ഇലക്ഷനിൽ ഇവന്മാർക്ക് ശരിക്ക് പ്രഹരം കിട്ടും. സാറേ നമസ്കാരം. സാറേ, ഞാൻ രവീന്ദ്രൻ തിരുവല്ലയിൽ നിന്നാണ്. പറഞ്ഞോ, എനിക്ക് കേൾക്കാം. സംസാരിച്ചിട്ടാണ്. ഇന്നത്തെ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഏഷ്യാനെറ്റിലെ ന്യൂസ് പിന്നെ കോർട്ടിലെ 9 തെളിവുകൾ സബ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിനകത്ത് ഇവർ ജോലി ചെയ്യുന്ന ഒരു ചാനലിലെ അതിന്റെ ചീഫ്, അതിന്റെ ഉടമസ്ഥനാണെന്ന് തോന്നുന്നു, അയാള് നിരന്തരം ഇവരുടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഇവരെ കൊണ്ട് കംപ്ലൈന്റ് കൊടുപ്പിക്കണില്ല, നിന്റെ ജോലി തെറിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ പിരിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പൊ സന്ദീപ് വാര്യരുടെ കൂടെ പോസ്റ്റിംഗ് കണ്ടായിരുന്നു ഞാൻ. സന്ദീപ് വാര്യർ എന്ന വ്യക്തി ഇവരുടെ കല്യാണത്തിന് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സന്ദീപ് വാര്യർ ഇവരുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടുള്ളതാണ്. അങ്ങനെ കല്യാണം ഒന്നും ഒഴിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ അവരൊന്നിച്ച് തന്നെയാണ് താമസിക്കുന്നത്. അപ്പം ഏതായാലും 9 തെളിവുകളോളം ഇന്ന് ജാമ്യാപേക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം നോക്കുന്നുണ്ടെ ഞാൻ ചോദിച്ചു എന്തോന്റെ കുഴപ്പമാണ് ഇവർക്കൊക്കെ എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ഒരു പെണ്ണ് കേസും കൊണ്ടുവന്ന് ഈ കേരളത്തെ നാട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഈ പാർട്ടിക്കാർക്ക് ഈ ഇലക്ഷൻ വരുമ്പോൾ ഇതുപോലല്ലാതെ വേറൊരു കേസുകളില്ലേ. അവനവന്റെ ക്രെഡിബിലിറ്റി നോക്കിയിട്ട് വോട്ട് ചോദിച്ചല്ലേ ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ. എന്തൊരു വൃത്തികെട്ട സ്വഭാവം ഇത്. ആൾക്കാരെ ഒരു ചെറുപ്പക്കാരനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് സാറൊക്കെ ഇല്ലാത്തിരുന്നെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ ഒന്നും പുറത്തു വരത്തില്ല. ഇപ്പൊ തന്നെ ഈ കെ മുരളീധരനെ ഇവരെയൊക്കെ പറയുന്ന കേട്ടില്ലേ, പിന്നെ സാറിപ്പോ അവരുടെയൊക്കെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവന്നു കഴിഞ്ഞു. അതിന്റെ ഒക്കെ കേസ് പണ്ടേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അയാളുടെ വീഡിയോ എല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ മറന്നു കളഞ്ഞാൽ എങ്ങനെ സാർ ഇവർക്കൊക്കെ പറയാൻ പറ്റുന്നത്?
അതുമല്ല ഈ മുരളീധരനൊക്കെ ഒരു നല്ല ഒന്നാമതൊരു ലീഡറിന്റെ മകനല്ലേ, അയാളൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? ഒരു ചെറുപ്പക്കാരൻ അവരുടെ പാർട്ടിയിലെ ഒരാൾ വളർന്നു വരികയാണെന്ന് പറഞ്ഞാൽ അവർക്കല്ലേ അതിനെപ്പറ്റി ഉണ്ടാകുന്നത്. ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളെന്ന് പറയാനുള്ള ഒരു അഭിമാനമില്ല അവർക്ക്. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിനെ നശിപ്പിച്ച് കളയാൻ ഇങ്ങനെയുള്ള അതിനകത്തുള്ള ആൾക്കാർ എന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടിയുടെയോ അവിടുത്തെ ആൾക്കാരുടെയും എല്ലാവരുടെയും കാര്യം അവർക്കറിയാം. പിന്നെ സാറ് പറഞ്ഞ പോലെ കേക്കച്ചൻ, അയാളൊരു വൃത്തികെട്ടവനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ അയാളെ കൺട്രോൾ ചെയ്യാതെ ഞാൻ പറഞ്ഞ ഇപ്പൊ ഡൽഹിയിൽ തന്നെയാണെങ്കിലും പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഇതിന്റെ ലീഡർ അല്ലെങ്കിൽ ഇതിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന വ്യക്തി ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്യണം. അതായത് നമ്മുടെ അവരെല്ലാം ഗതികെട്ട അവസ്ഥയില, അവരെല്ലാം ബന്ദികളായിരുന്നു. അല്ല, ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്യണം. അതായത് കോൺഗ്രസിനകത്തുള്ള ഒരു അംഗത്തെ കുറിച്ച് അപകീർത്തി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിച്ചാണ് നിൽക്കേണ്ടത്. നമ്മള് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല അവർക്ക് ഹീനകരമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും സംസാരിച്ചുകൂടാന്ന് സ്ട്രിക്ട്ലി ഓർഡർ ഇഷ്യൂ ചെയ്യണം. അല്ല, ഒന്ന് ഓർത്ത് വയ്ക്കുക, അത് ഇതൊക്കെ സാമാന്യ ബോധം, ഇതൊക്കെ ഓർഡർ കൊടുക്കേണ്ട ആവശ്യമാണ്. അതായത് സ്വന്തം പാർട്ടിയിലുള്ള നേതാവിനെതിരെ ഈ തേൻകണി ഒരുക്കുകയും ഇതിന്റെ എല്ലാം പിന്നിൽ ഈ കേക്കച്ചനാണ്. ഇവളെ ഇറക്കി പരിപാടി ആസൂത്രണം ചെയ്യുകയും ഇവളെ കൊണ്ട് പരാതി കൊടുപ്പിക്കാനുള്ള എല്ലാ പണികൾ ചെയ്യുകയും അവസാനം കൃത്യമായിട്ട് ഇതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് ഇയാൾ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഇയാള് എനിക്കറിയാം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. കാരണം ഇയാളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇയാൾക്കറിയാം ഇത് എവിടേക്ക് കൊണ്ടുപോകുന്നത്. കടകംപള്ളിയെ കുറിച്ച് എന്റെ പിന്നെ തെളിവുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ വീടടിച്ചിട്ട് കോർട്ട് വിളിച്ചുകൊണ്ട് ഇയാൾ എന്താ പോകാതിരിക്കുന്നത്, കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാതിരിക്കുന്നത് എന്താ? കള്ളമല്ലേ? അപ്പൊ ഇയാളൊരു കള്ളനും ചതിയനല്ലേ ഇയാള്? ഇവൻ വെറും ഇവൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടോ? ഇവൻ നിലപാടെന്ന് പറഞ്ഞിട്ട് നിയമസഭയിൽ മാപ്പ് പറഞ്ഞ് തടി തപ്പി ഒരു പാർട്ടിക്ക് ഒരു ഭയങ്കര അപമാനമല്ലായിരുന്നു അന്ന് കാണിച്ചത്. രാഹുൽ നിയമസഭ വരാതിരിക്കുവാണെങ്കിൽ ഇവൻ ഒലത്തൂന്നും പറഞ്ഞു പോയി. എന്ത് സംഭവിച്ചു? 3 MLA സസ്പെൻഷൻ മേടിച്ച് നാണം കെട്ട് വന്നു. അതുപോലെ സുജിത്തിനെ തല്ലിയപ്പം ഇവൻ അവിടെ കേക്ക് ഇല നക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്നിട്ട് ഇവൻ വലിയ തകർക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഈ ആ പ്രതിഷേധം? ഇയാളെ എന്താ ഇവർക്ക് മനസ്സിലാകാത്ത? അല്ല, രാഹുലിനെ മാറ്റിയിട്ട് ഈ 4 മണ്ണുണികളെ എടുത്തിട്ട് എന്താ ഇപ്പൊ അവസ്ഥ? അവരുടെ അഡ്രസ് പോലും ഇല്ല, സൗണ്ട് പോലും വരുന്നില്ല. എവിടെ പോയി ഇവരൊക്കെ? ഇപ്പൊ കണ്ടോ, ഇവൻ ഒറ്റയ്ക്ക് ഈ അവസ്ഥയിലാണെങ്കിൽ പോലും അവൻ പാലക്കാട് ഇളക്കി മറിച്ച് ആ നഗരസഭ പിടിക്കാൻ പറ്റാവുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് അവൻ ഈ അവസ്ഥയിൽ അവൻ നഗരസഭ പിടിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇവന്മാരായിട്ട് ഇപ്പോ സംഘടിതമായിട്ട് കയറി പണിതത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സത്യം ജയിക്കും. അതായത് ഇദ്ദേഹം അയ്യപ്പന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഇതെല്ലാം. എന്തൊക്കെ പറഞ്ഞാലും ഇതുകൊണ്ട് പുള്ളിയുടെ ക്രെഡിബിലിറ്റിക്ക് ഡിഗ്രി കൂടത്തേ ഉള്ളൂ. ഇനി ഇദ്ദേഹത്തിന് ഇതിനേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും പാർട്ടി പാലക്കാട് പിടിക്കാൻ പോകുന്നത്. ഇപ്പൊ ജനങ്ങൾക്ക് എല്ലാം മനസ്സിലായില്ലേ ഇത് ഈ സതീശൻ എന്ന് പറയുന്ന ആ നാണം കെട്ടവന്റെ ഒരു തേൻകണിയായിരുന്നു. ഇത് സംഘടിതമാണ്, ആസൂത്രിതമാണ് എന്ന് കൃത്യം ആളുകൾക്ക് മനസ്സിലായില്ലേ? എന്നിട്ട് അറിയാവുന്നതായിരുന്നിട്ടും എന്തുകൊണ്ട് ഈ നമ്മുടെ കോൺഗ്രസിലുള്ള ആൾക്കാരെ ഈ ഹൈക്കമാൻഡ് കൺട്രോൾ ചെയ്യുന്നു? നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. കോൺഗ്രസിന്റെ ലീഡർ ആരാ ഒന്നുമില്ല. എന്ത് കമാൻഡ്? ഒരു കമാൻഡും ഇല്ലാതെ കുറെ ചാവാലികൾ നടക്കുന്നു. എന്ത് കമാൻഡ് ഇവന്മാർക്കുള്ളത്? ഒരു യൂണിറ്റി ഓഫ് കമാൻഡും ഇല്ല, ഒരു കമാൻഡും ഇല്ല. ഈ പറയുന്ന ഗാന്ധി ഫാമിലി എന്ന് പറയുന്ന ഇവന്മാരുടെ തടങ്കലിലാണ് ഇവര്. ആ കർണാടക ലോബി ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അല്ല, ഈ പിന്നെ ഇവര് കണ്ടില്ലേ എന്താ, ഒരു കാര്യത്തിന് ഒരു കൺട്രോൾ ഇല്ല. തോന്നുന്ന പോലെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനങ്ങ് പറഞ്ഞേക്കുക. ആരെ കുറിച്ച്? സ്വന്തം കുടുംബത്തുണ്ടായതിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആരെങ്കിലും എത്ര മിളയച്ചനാണെ പോലും ഈ പണി ചെയ്യുവോ? ഇതുപോലെ നിന്നിട്ട് എന്നിട്ട് ഒന്ന് പ്രതിരോധിക്കാൻ പോലും പറ്റാതെ എന്നിട്ട് ഇവന്മാര് തന്നെ പറയുകയാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇവനെ കൊല്ലാകൊല ചെയ്യുന്നു. അവന്മാരോട് പറയുകയാണ് ഇതാ ഞങ്ങൾ എന്നെ കൈവിട്ടു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് ഇവന്മാര് പ്രഖ്യാപിക്കുക. ഇപ്പൊ വേറൊരു ന്യൂസ് കൂടി ഇപ്പൊ ഞാൻ കേട്ടു. പിണറായി വിജയൻ ഓർഡർ ഇട്ടു രാഹുൽ മാങ്കൂട്ടത്തിനെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്യരുതെന്ന്. അതാ പറഞ്ഞേ, കാരണം അവർക്കറിയാം അതാണ് ഇവന്റെ ബുദ്ധി. അന്നും ഇത് ചുമ്മാ ബോഗസ് ആണ്, ഇത് നാറുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് അന്ന് CPM എന്ത് പറഞ്ഞു, ഞങ്ങളല്ലല്ലോ പോകുന്ന ഇവന്മാരല്ലേ നടപടി എടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങൾ മൊത്തം ഇവന്റെ കൂടാന്ന് മനസ്സിലായപ്പോൾ അവരന്ന് ആ നടപടി എടുത്തു. അന്നേരം വീണ്ടും ഇത് പരാതി മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊണ്ടുവന്ന് ഇതെല്ലാം വലിയ ബിൽഡപ്പ് ചെയ്ത് ഈ സതീശൻ ഈ പരിപാടി ഇണക്കി ഇത് തെളിവുണ്ട് ഇതാന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് ചാടി കയറി മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം മനസ്സിലായി ഇത് തിരിച്ച് പണി വരുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവര്
കോടതിയിൽ നാണം കെടും നാറുമെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ നിലപാട് പറയുന്നത്. സാറേ ഇവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് ഉള്ള വോട്ടൂടെ പോകും. ഇതിപ്പോ കണ്ടോ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സെഷൻസ് കോടതിയിൽ ഇവന്മാർ എന്തെങ്കിലുമൊക്കെ തരികടകൾ കാണിച്ച് എങ്ങനെയെങ്കിലും ആ ആന്റിസിപ്പേറ്ററി ബെയിൽ റിജക്ട് ചെയ്യാനുള്ള പണികൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പരമാവധി നോക്കും. അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ ഈ വിഷയം പരമാവധി നീട്ടിക്കൊണ്ടുപോകണം. ഇവിടുന്ന് തള്ളി ഹൈക്കോടതി പോകും. ഹൈക്കോടതിയിൽ അത് ഫയലിൽ സ്വീകരിച്ച് അത് വരുമ്പോഴത്തേക്കും വീണ്ടും കുറെ ദിവസം കൂടെ കിട്ടും. അന്നേരത്തേക്കും തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ബാധകത്തിലെത്തും. ഇവന്മാർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. അവസാനം എന്ത് ചെയ്യും? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് കോടതി എടുത്ത് ദൂരെ കളയുകയും ചെയ്യും. ഇവന്മാരുടെ കാര്യം നടക്കുകയും ചെയ്യും. സെഷൻ കോടതിയാണ്, അവിടെ എന്തോ നടക്കാൻ പോകുന്ന അറിയത്തില്ല. അത്രയും ഹൈക്കോടതിയിലെ സംഗതി ശരിയാകത്തുള്ളൂ. ഇവിടെ എന്തോ നടക്കാൻ പോകുന്ന അറിയത്തില്ല. പക്ഷെ എല്ലാ തെളിവുകളും 9 തെളിവുകളും സമർപ്പിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് കോടതി ഒരു ന്യായത്തിന്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കും. അതിനകത്ത് പറയുന്ന ഏറ്റവും നല്ലത് സാമാന്യ ബുദ്ധിയുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ജുഡീഷ്യൽ ഓഫീസർ ഒന്നും വേണ്ട, സാമാന്യ ബുദ്ധിയുള്ളവന് മനസ്സിലാകും ഇവർ പരസ്പര കൺസേണോട് കൂടി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ റേപ്പാകും. അത് പ്രഥമ ദൃഷ്ടിയാകും. അവർ ആരോപിക്കുന്ന ഇട്ടേക്കുന്ന വകുപ്പ് അട്രാക്ട് ചെയ്യത്തില്ല. അതല്ലേ ഇവളെന്തോ എന്നെ പിടിപ്പിക്കുന്ന പറഞ്ഞ് ഇവന്റെ പുറകെ നടക്കായിരുന്നു. എന്തോ ഇതിനകത്ത് അർത്ഥമായിരിക്കുന്നത്? എന്നെ റേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നിടത്തെല്ലാം പോവാന്ന്. എന്തൊരു മര്യാദകളായി പറയുന്നത്. ഇതിനകത്ത് ഒരു വിശ്വസിക്കാൻ ആൾക്കാർക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ സുനിൽ കാനഡയിൽ നിന്ന് വിളിക്കുകയാണ്. ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. സത്യത്തിൽ ഒരു ചെറുപ്പക്കാരന് ഇത്രയും വലിച്ചു കീറി ഒട്ടിക്കുന്ന കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് എന്നും പറഞ്ഞ് കുറേ റാസ്കലുകൾ, ഇവരൊക്കെ കോൺഗ്രസ് എന്ന് വിളിക്കാനൊക്കെ ഒരുത്തനെ ഈ കൂട്ടം കൂടി എല്ലാവരും കൂടെ കൂട്ടം കൂടി സ്വന്തം പാർട്ടിക്കാരും എതിർ ചേരിയിലുള്ളവരും എല്ലാവരും കൂടെ ചേർന്ന് ഇവനെ ഇങ്ങനെ ആക്രമിച്ചിട്ട് ഇവനൊക്കെ എന്ത് നേട്ടം ചോദിക്കാനാണ്? അവൻ്റെ ഭാവി ഇല്ലാതാക്കിയിട്ട് ഈ കിളവന്മാരുണ്ടല്ലോ, മുതുകിളവന്മാരുണ്ടല്ലോ, ഈ കെ മുരളീധരൻ, പിന്നെ അടുക്കള ഗോപാലൻ, പിന്നെ കേക്കച്ചൻ, പിന്നെ ഒരു ചിന്നിത്തലയുണ്ടല്ലോ, അവൻ്റെ പേരെന്തോ ഒരു പേരുമുണ്ട്. ഇവനൊക്കെ വീട്ടിൽ പോയി കൊച്ചുമക്കളെ കളിപ്പിച്ച് വീട്ടിലിരുന്നോടാ ഈ തെണ്ടികൾക്ക്. ഈ ചെറുപ്പക്കാർ ഈ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കേണ്ടി അതല്ലയോ? ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞത് ഈ കേരളത്തിൽ ആൾക്കാരറിഞ്ഞത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് അറിഞ്ഞ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വന്നതിന് ശേഷം അല്ലയോ? അവൻ കൊണ്ട അടിയും അവൻ നടത്തിയ സമരങ്ങളുമൊക്കെ എന്തായിരുന്നു? ഇന്ന് അവൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇന്ന് ഈ സ്വർണ്ണക്കൊള്ള അയ്യൻ്റെ സ്വർണം കട്ടതിന് ഈ CPM-കാർ ഒരുത്തനും റോഡിലൂടെ നടക്കത്തില്ലായിരുന്നു. അവൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ. ഇപ്പൊ എന്താണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉണ്ടോ കേരളത്തിൽ? കോൺഗ്രസ് ഉണ്ടോ? കോൺഗ്രസ് അതുപോലെ UDF ഉണ്ടോ? എല്ലാവരും അവിടെ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തള്ളിക്കൊണ്ടിരുന്ന പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി ഏതെങ്കിലും ഈ ഐക്യ ജനാധിപത്യ UDF-ന്റെ നേതാക്കന്മാരാരെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കുന്നോ? എന്തൊക്കെ കിടന്നു? 2-3 നേതാക്കന്മാരാ ജയിലിൽ കിടക്കുന്നത്. അത് മുൻ MLA, ഇപ്പോഴും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലൊക്കെ മെമ്പറായിട്ടുള്ള ഒരുത്തനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നൊരുത്തന്നെ, ഇവനെല്ലാം ജയിലിൽ കിടന്ന് മൂട്ടകടി കൊള്ളിയ. അപ്പോഴും അവനൊക്കെ ഈ ചെറുപ്പക്കാരൻ അവൻ ചെറുപ്പക്കാരനല്ലേ ഇവൻ? പിന്നെ ചെറുപ്പക്കാരല്ലേ പെമ്പിള്ളാരെ കാണാൻ കൊള്ളുന്ന പെമ്പിള്ളാരും കാണാൻ കൊള്ളാവുന്ന ആമ്പിള്ളാരും കഴിവുള്ള ആമ്പിള്ളാരെ കാണുമ്പോൾ പെണ്ണുങ്ങൾ ഇനി കല്യാണം കഴിക്കാത്തതൊന്നുമല്ല, അവർക്ക് ഇഷ്ടം തോന്നി അവരുടെ കൂടെ പോകും. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കഴിയുമ്പം അവർ രണ്ടുപേരുടെ കാര്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവൾക്കെന്ന് തോന്നുന്നു, ഇവൻ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ, അവൾ കല്യാണവും കഴിച്ച് അവൾക്ക് ഒരു ലെവൽ ഒട്ടിച്ചിട്ട് അവൾ കല്യാണം കഴിച്ചു വിവാഹിത എന്നുള്ള ലെവലിൽ ഈ പാവം പിടിച്ചെൻ്റെ കുടുംബം തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചില്ലയോ? അതല്ലെങ്കിൽ പിന്നെന്തോ, അവൻ ഇനിയിപ്പോൾ അതിജീവിതയോ എന്ത് ജീവിതയോ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ പ്രശ്നം. പക്ഷേ അതിനേക്കാൾ ഉപരി ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ മാധ്യമ സിൻഡിക്കേറ്റുകളുണ്ടല്ലോ, മുഖ്യധാര മാധ്യമങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവ മുഖ്യധാര മാധ്യമങ്ങളാണ്. ഇവരൊക്കെ ഈ പൊതുജനങ്ങളെ ബാധിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുന്നു?
കേരളത്തിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി എന്തൊക്കെ കൊള്ളത്തരങ്ങൾ കാണിക്കുന്നു, എന്തൊക്കെ അക്രമങ്ങൾ കാണിക്കുന്നു, സാധാരണക്കാരന് വേണ്ടി എന്ത് ചെയ്യുന്നു? കടവും കടപ്പുറവും കയറി കേരളം കുത്തുവാള എടുത്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ചർച്ചയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ ഗർഭം, പിന്നെ ഇപ്പം ഗർഭം കുറച്ച് നാൾ ഗർഭമായിരുന്നു, ഇപ്പം കഴിഞ്ഞപ്പോൾ എന്താണ്ട് പരാതിക്കാരി വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ കുഴഞ്ഞ് കിടക്കുന്നു. ഇപ്പം പരാതിക്കാരി ഇപ്പം പിന്നെ പ്രതിയായി, പ്രതിയാവുന്ന അവസ്ഥയായി. ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകർ ചെയ്ത പണിയില്ലയോ? എന്ത് 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 സംസ്കാരമാണ് കേരളത്തിൽ? ഈ പിണറായി വിജയൻ 10 വർഷം ഭരിച്ച് ഈ കേരളത്തിൻ്റെ സംസ്കാരം വരെ മാറി. ഇത് എല്ലാ ലോകത്തെ എല്ലാ ഭാഷകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മലയാളികളുള്ള അടുത്തെല്ലാം പോയിരിക്കുകയല്ലേ, ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലെല്ലാം. ഈ കേരളം എന്ന് പറയുന്ന സംസ്കാരം എന്തുവാണിത്? പെണ്ണ് പ്രശ്നം. മഹാനായ ഉമ്മൻചാണ്ടി സാറ് തൊട്ട് എത്ര പേരെയാണ് ഈ പെണ്ണ് കേസിൽ കുടുക്കി ഇങ്ങനെയുള്ള കാര്യം? എന്ത് നാണം കെട്ട, എന്ത് നെറിയിട്ട രാഷ്ട്രീയമാണെന്ന് കേരളത്തിൽ നടക്കുന്നത്? ഇതിനെയൊക്കെ ന്യായീകരിക്കാനായിട്ട് കുറേ വായി നോക്കിയ എരപ്പാളികൾ വന്ന് ചാനലിലിരുന്ന് മെഴുകുന്ന കാണുമ്പോഴാണ്. 20 വർഷം ശിക്ഷിച്ച്, കോടതി ശിക്ഷിച്ച് 20 വർഷം പോലീസിനെ, ക്രമസമാധാനം പാലകരായി നിൽക്കുന്ന പോലീസിനെ ബോംബെറിഞ്ഞതിന് 20 വർഷം ശിക്ഷിച്ച് കോടതി. എന്നിട്ട് അവനെ ഇപ്പം നാട്ടെ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിപ്പിക്കുന്ന വാർഡ് മെമ്പറായിട്ട് ആ മെമ്പറും ആവും. അതാണ് അവൻ്റെയൊക്കെ പാർട്ടി. അല്ലെ കോൺഗ്രസ് അല്ല കൊളംഗ്രസ്. ഇത് കൊളംഗ്രസ്സാണിത്. കുറേ മുതുകിളവന്മാരും പല്ലു കഴിഞ്ഞ കുറേ തെണ്ടികളും അങ്ങുള്ള കോൺഗ്രസ്. നോക്ക്, എന്തോ ഒരു നേരത്തെ ഒരു ഞാൻ കേട്ട് കറുത്ത കുറിയിട്ട് വന്നത് ഇവിടുത്തെ കൊട്ടാരക്കരത്തെ കരിയും വാരി തേച്ച് കിടക്കുന്ന ഒരുത്തൻ അങ്ങ് കാസർഗോഡ് ഭാഗത്തുങ്ങളെ പറ്റിച്ച് 2 പ്രാവശ്യം MP ആയി എന്ന് പറഞ്ഞപ്പോഴേ അവനങ്ങ് പോയി. അവൻ്റെ പൂർവ്വകഥകളെല്ലാം മറന്നുപോയി. അവനെപ്പോലെ ഇതുവരെ നാറി. വ്യഭിചാരത്തിന് പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിനകത്ത് കൊണ്ടുപോയി, ഉടുമുണിയില്ലാതെ കൊണ്ടുപോയ ചിത്രങ്ങളും ഒക്കെ ഇപ്പം IT ന്യൂസിനകത്തൂടെ കണ്ടത്. ഇത്രയും നെറിയിട്ടവനാ രാഹുലിനെ ക്ലാസ് എടുക്കാൻ വരുന്നത്. അതേപോലെ പാർട്ടി ഓഫീസിൽ സ്ത്രീപീഡനം നടത്തി മുരളീധരന് ക്ലാസ് എടുക്കാൻ വരുന്നു. കേക്കച്ചൻ സ്വന്തം ഭാര്യയും കുടുംബത്തിനെയും കൂടെ താമസിക്കാതെ ഇരിക്കുന്നവൻ, കേക്ക് മുറിക്കാൻ നടക്കുന്നവൻ മാത്രം, ഇവർക്കൊക്കെ ഉള്ളു പ്രശ്നം. മാന്യം മര്യാദയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന സുധാകരൻ എന്ന് പറയുന്ന ആ നേതാവിനെയൊക്കെയാ ഈ കുണ്ണിത്താൻ കളിയാക്കുന്നത്. അവൻ്റെയൊക്കെ 7 ഇലത്ത് വയ്ക്കാൻ ഇവനൊക്കെ യോഗ്യതയുണ്ടോ? അയാളുടെയൊക്കെ ഈ സുധാകരൻ്റെയൊക്കെ ഇവനൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സുധാകരനെ പറയാൻ എന്ത് 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 അധികാരം ഇവനൊക്കെ ഉള്ളത്? ഇവന് MP എന്ന് മാത്രമേ ഉള്ളൂ, അല്ല കോൺഗ്രസിന് സ്ഥാനമൊന്നുമില്ലല്ലോ, വെറും മെമ്പറല്ലയോ. പെരിയ ബാലകൃഷ്ണനെ കുറിച്ച് പറഞ്ഞിട്ടില്ലയോ? അവൻ ആ കാസർഗോഡ് ജനിച്ചു വളർന്ന് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം. ഇവൻ കൊല്ലത്ത് കൂതറ പരിപാടിയും നടത്തി ഇവിടുന്ന് കോട്ടിലക്കാരെല്ലാം ഓടിച്ചു വിട്ടതാ. അങ്ങനെ കണ്ണൂരിൽ എന്തുവാ കോടിയേരിക്കെതിരെ മത്സരിച്ചപ്പോഴാ അവിടെ വ്യഭിചാരത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവനൊക്കെയാ കോൺഗ്രസ്. ഇത് കേട്ടോ, ഞാൻ അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് നാരായണൻ. സാറേ, ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, ഈ MLA ആവുന്നതിന് മുമ്പ് ഈ പാവം പിടിച്ചവൻ ഈ രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്നവനെ ഈ രമേശ് ചെന്നിത്തലയും ഈ കേക്കച്ചൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവും ഇവര് എന്ത് കാര്യത്തിനാണ് ഈ ചെറുപ്പക്കാരനെ ഈ പിണറായിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് എന്ത് കാര്യത്തിനാണ് സാറേ ഇവനെ ഉപദ്രവിക്കുന്നത്? ഈ മൂന്നാമത് ഇവന് ഭരണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ സാറേ സത്യത്തിൽ സതീശൻ ഈ കളി കളിക്കുന്നത്? സതീശന് മുഖ്യമന്ത്രി ആവണമെന്ന് അവന്റെ ഒരു ആഗ്രഹം, രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് അവന്റെ ആഗ്രഹം. ഇതിന്റെ എല്ലാം കൂടെ ഇടയ്ക്കൂടെ ഇവരെ എല്ലാം കയ്യാളാട്ടും മുരളീധരനും. ഇവര് സത്യത്തിൽ ആ പാവം പിടിച്ച പയ്യന്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. സത്യത്തിൽ ഇവര് ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ്, 2 മാസം മുമ്പ് ഞാൻ ചാനലിൽ കൂടി ഒരു വാർത്ത കേട്ടു. ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞവൻ അവന്റെ മണ്ഡലത്തിൽ ഒരു പെണ്ണുമ്പിള്ള അടുത്ത് എന്നിട്ട് നിക്കറിൽ കീറിയ നിക്കറുമായിട്ട് ചെന്ന് പറഞ്ഞു. കീറിയ നിക്കറുമായിട്ട് ചെന്ന് ആ പെണ്ണുമ്പിള്ള പരസ്യമായിട്ട് ആ പെണ്ണുമ്പിള്ളയുടെ ഫോട്ടോ സഹിതം സർവ്വ ഫോണിൽ കൂടെ ഞങ്ങൾ കണ്ടതാ. എന്നിട്ട് എന്ത് ഇവന്റെ പേര് നടപടി എടുക്കാത്ത? അത്രയും പരസ്യമായിട്ട് ഈ പെണ്ണ് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഈ 2 മാസക്കാലം ഈ കേസ് മൂടി വെച്ചിട്ട് ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത്
ഈ ചെറുക്കൻ അവസാനം ഒരു എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ അടൂർ ഈ പാലക്കാട് തന്നെ സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജനം നോക്കിയിരിക്കുമ്പോൾ അവനെ സീറ്റ് കൊടുക്കാവുന്ന അവനെ പുറത്ത് നിർത്തിക്കൊണ്ട് ഇവർക്ക് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കുപ്പായം ധരിച്ചു വെച്ചോണ്ടിരിക്കുന്ന ഇമാർ എന്തിനീ ഭൂമിയെ വെച്ചോണ്ടിരിക്കുന്നത്? ഈ 3 പേര് പോകാണ്ട് ഈ കേരളം നന്നാവത്തുമില്ല, ഈ കോൺഗ്രസ് നന്നാവത്തുമില്ല. ഈ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ അവന് സത്യത്തിൽ അവൻ എന്തിനാ അവിടെ ഇരിക്കുന്നവിടെ? എന്ത് ഇപ്പൊ എന്താ ഇതാണ് ഈ കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് ഇത്രയും ഈ കൊല്ലത്തെ മുകേഷിന്റെ പേര് എന്താ പിന്നെ ആക്ഷൻ എടുക്കാത്ത? എന്താ ഇന്നലെ തന്നെ ഇടതുപക്ഷത്തിന്റെ MP ഗോവിന്ദൻ പറഞ്ഞേക്കുന്നു രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കണം, MLA സ്ഥാനം ഒഴിയണം. എന്നാ പിന്നെ മുകേഷിനെ കൊണ്ട് എന്താ രാജിവെപ്പിക്കാത്ത? അപ്പൊ അവരുടെ ആൾക്കാരെ മൊത്തം മൂടി വെക്കുമ്പം ഇത് ഈ രമേശ് ചെന്നിത്തലയും ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞാലും കണ്ടുകൊണ്ടിരിക്കുമല്ലയോ? എന്താ നിങ്ങളുടെ പാർട്ടിയുടെ ഉള്ള ആൾക്കാരെ നിങ്ങൾ മാറ്റി നിർത്തുക, എന്താ ഞങ്ങളുടെ മാറ്റി ഇവനത് നിൽക്കാണ്ട് ഏതോ ഒരു പെണ്ണ് പറഞ്ഞു പെട്ടെന്ന് കയറി ഇവനെ പാർട്ടിയിൽ നിന്നും കളഞ്ഞു ഇവന്റെ ഭാവി നശിപ്പിച്ചിട്ട് എന്ത് നേടാനാ സാറേ ഇവരൊക്കെ നിൽക്കുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ ഈ 3 പുഴുത്തേ ചാവുള്ളൂ. രാഹുൽ മാങ്കൂട്ടം തീർത്തും നിരപരാധിയാണെന്ന് ഞാൻ പറയത്തില്ല, അവൻ ചെറുപ്പക്കാരനാണ്, അവൻ പോയി കാണും. പക്ഷെ ഇതിനകത്ത് അവനെ ചതിച്ചതാണ്. അത് മൂടി കിടന്ന ഇപ്പൊ ഈ ഉടനെ കൊണ്ടുവന്ന് ചതിക്കുന്ന പരിപാടി ഇത്. അതുകൊണ്ട് ഞാൻ എന്റെ ആത്മീയത വെച്ച് പറയണേ, ഇമാര് 3 പുരുത്തേ ചാവുള്ളൂ. ഇപ്പൊ എന്താണ് ഉമ്മൻചാണ്ടി ഞങ്ങളുടെ സരിതയ്ക്ക് 5-6 പിള്ളേരെ ഉണ്ടാക്കി കൊടുത്തും പറഞ്ഞു കേരളം മൊത്തം ഇട്ട് കളിക്കാലോ. ആ സരിത തന്നെ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി നിരപരാധിയായിരുന്നു. അതുപോലെ പറയും, ഏതെങ്കിലും ഒരു കാലത്ത് പറയും ഇത് എന്നെ കൊണ്ട് ഇത്ര ലക്ഷം രൂപ പിണറായി സർക്കാരും അല്ലെങ്കിൽ കേക്കച്ചനും എനിക്ക് ഇത്ര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞതിന്റെ പേരില്ല ഞാൻ ഈ കേസിന് 2ാമത് പോയതും ഈ മുഖ്യമന്ത്രിയെ കണ്ടതും പെറ്റീഷൻ കൊടുത്തതും എല്ലാം. പക്ഷെ എനിക്ക് കാശും കിട്ടിയില്ല, അവന്റെ ഭാവിയും കളഞ്ഞു. അവസാനം സാർ നോക്കിയോ ഈ കേസ് അവസാനം അത് അങ്ങനെ വരുവുള്ളൂ. സരിത ഇപ്പൊ കിടന്ന് പറഞ്ഞിട്ടോ ഉമ്മൻചാണ്ടി നിരപരാധിയാന്ന് എനിക്ക് 10 കോടി രൂപ തരാന്ന് പറഞ്ഞു, 10 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് എന്ന് പറഞ്ഞിട്ട് ഈ അവൾ ഏത് പന്നെ പിടിച്ചവളാണെങ്കിലും അവള് കല്യാണം കഴിച്ചാന്ന് പറയുന്നു. അവർ 1 മാസക്കാലം അവിടെ നിന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ സത്യത്തിൽ ആരുടെ ആയിരിക്കും ഗർഭം? അവരുടെ സ്വന്തം ഭർത്താവിന്റെ ആയിരിക്കും. എന്നിട്ട് ഇവന്റെ തല കൊണ്ട് കെട്ടിവെക്കുക. എന്തോ ആയിക്കോട്ടെ എന്റെ പൊന്ന് സാറേ, ഈ ചാനലിൽ ഞാൻ നിരന്തരം കാണുന്ന ഒരു ചാനലാണ്. എങ്ങനെങ്കിലും ഈ ചെറുക്കനെ രക്ഷിക്കാനുള്ള മാർഗം സാറിന്റെ ആൾക്കാരും ചെയ്യുന്ന ഈ ചെറുക്കൻ നിരപരാധി. അവനെ അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും സ്വതന്ത്രനാട്ടെങ്കിലും നിർത്തി ജയിപ്പിക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.